ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീ മാത്രേ നമഃ. നമ്മളെ ലളിതാ സഹസ്രനാമത്തിന്റെ നാമാർത്ഥങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നിർഗുണ ഉപാസന, സഗുണ ഉപാസന, പഞ്ചബ്രഹ്മ സ്വരൂപം അല്ലേ, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഞ്ചബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവി, അതില് എന്താ പറയാ, 9ാമത്തെ അധ്യായമാണ് നമ്മള്. 10ാമത്തെ അധ്യായം തുടങ്ങിയില്ല. 9ാമത്തെ അധ്യായത്തിലെ നാമങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റില് 290ാമത്തെ നാമമാണ് നമ്മൾ നിർത്തിയത്. അതില് സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗത്തികായേ നമ. സകല ആഗമ സന്തോഹ ശുക്തി സമ്പുട മൗത്തിക, സകല വേദങ്ങളുടെയും കൈക്കുടന്നയിലെ ചിപ്പിയിലുള്ള മുത്തായിട്ടിരിക്കുന്നവൾ എന്നുള്ള ആ നാമത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. വീണ്ടും ദേവിയുടെ നാമങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പുരുഷാർത്ഥപ്രദ, പൂർണ്ണ, ഭോഗിനി, ഭുവനേശ്വരി, അംബിക, അനാദിനിധന, ഹരിബ്രഹ്മേന്ദ്ര സേവിത. അടുത്ത നാമങ്ങളില് ആദ്യത്തെ നാമം പുരുഷാർത്ഥപ്രദ. നമുക്കറിയാം, മനുഷ്യന്റെ ഒരു ജന്മലക്ഷ്യം തന്നെ പുരുഷാർത്ഥങ്ങള് പ്രാപ്തമാകുക എന്നുള്ളതാണ് അല്ലെ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അങ്ങനെ 4 പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം, അർത്ഥം, കാമം വരെ ഉള്ളതേ സാധാരണ ജനങ്ങൾക്ക് അറിയാവൂ. മോക്ഷം എന്നുള്ളത് മരണാനന്തരം കിട്ടേണ്ട ബഹുമതിയാണെന്ന് വിചാരിച്ച് കഴിയുന്ന കുറെ പേരുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ചില അവരുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ആ ഒരു എന്താ പറയാ ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും, മോക്ഷം എന്നുള്ള 4ാമത്തെ പുരുഷാർത്ഥം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണെന്ന് മനസ്സിലാകും. അപ്പൊ ഈ കൊടുക്കുന്ന വ്യക്തി ആരാണ്? പുരുഷാർത്ഥപ്രദ. പുരുഷാർത്ഥ പ്ലസ് പ്രദ. 4 പുരുഷാർത്ഥങ്ങളെ കൊടുക്കുന്ന, പ്രദാനം ചെയ്യുന്ന, പുരുഷാർത്ഥങ്ങളെ നൽകുന്നവൾ. അപ്പോൾ നമുക്ക് ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു 4 പുരുഷാർത്ഥങ്ങളെ നൽകുന്ന ഒരേ ഒരു വ്യക്തിയുടെ പേരാണ് മഹാമായ അല്ലേ. ദേവി മായയുടെ മറ മാറ്റിക്കൊണ്ട് ധർമ്മമർത്ഥം കാമത്തിൽ ജീവിക്കുന്ന, ധർമ്മത്തിൽ ജീവിച്ച് ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് അർത്ഥത്തെ ഉണ്ടാക്കി അത് തനിക്ക് ജീവിച്ച് എല്ലാവർക്കും ഒരു സമ ദൃഷ്ടിയോടുകൂടി കണ്ട, പ്രപഞ്ചത്തിൽ എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെ, ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു തുടങ്ങിയ എല്ലാ പഞ്ചഭൂതങ്ങളോടും ഈ പറയുന്ന കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളും ദേവിയുടെ തന്നെ അതേ ഒരു പ്രകൃതിയായിട്ട് കണ്ടുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് പ്രത്യേകം അമ്മയുടെ കാലിൽ വീണ് നന്ദി പറഞ്ഞ് താൻ ഇവയ്ക്ക് എന്തെങ്കിലും തന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ അഖണ്ഡാകാര വൃത്തി എന്ന് പറയും. നമ്മൾ എപ്പോഴാണോ നമ്മുടെ സെൽഫ് ലിമിറ്റഡ് ആയിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഞാന് എന്റേത് എനിക്കുള്ളത്. അപ്പൊ നമ്മളിതിന് ആ ഒരു ഉപാസനയിലൂടെ ദേവിയെ അറിയുമ്പോൾ ആ ഒരു നമോ ദേവിയെ, മഹാദേവിയെ, ശിവായെ സതതം നമ പ്രകൃതിയായിട്ടിരിക്കുന്ന അമ്മയെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ എല്ലാറ്റിനോടും മനസ്സിൽ നമ്മൾ അറിയാതെ ഒരു ബഹുമാനം ഇല്ലേ, ഉപയോഗിക്കുമ്പോൾ ഒരു നന്ദി, അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളെ നിന്ന് വിട്ടുപോകും. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് പ്രകൃതിയിലിരിക്കട്ടെ, ഇനി വരും തലമുറയ്ക്ക് ഇനിയും ജന്മങ്ങൾ മാറി മാറി വരും. നമ്മുടെ ആത്മാവ് തന്നെ ചിലപ്പോൾ വേറെ ശരീരം എടുത്ത് വന്നെന്നിരിക്കും. എല്ലാത്തിനെയും നമ്മൾ അതിനെ ഉപയോഗിച്ച് നാശമാക്കാതെ തന്റെ ഒരു പിൻഗാമികളുണ്ട് തനിക്ക്, അത് വന്നത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് തന്ന ആ ഒരു സൃഷ്ടാവിന്, സൃഷ്ടിജാലത്തെ ഉണ്ടാക്കിയ ആ മഹത് വ്യക്തിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതം കടന്നു പോകണം. ഇപ്പൊ പുരുഷാർത്ഥപ്രദ എന്ന് പറഞ്ഞാല് ഈ ഭാവം നമ്മളിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്നവർക്ക് മോക്ഷം എന്ന് പറയുന്ന കൈവല്യ പദത്തെ കൊടുക്കുന്നവളാണ് ദേവി. അപ്പോ എന്താ പറയാ, 4ാമത്തെ ആ ഒരു പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ഉയർന്ന മോക്ഷം എന്ന് പറയുന്നത്, അല്ലാതെ മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നില്ല. കാരണം നമ്മൾ പറയുന്നു ഇവിടെ കൊടുക്കുന്ന നമ്മുടെ ആ ഒരു പിതൃപൂജയാവട്ടെ, തൻ്റെ ആൻസിസ്ട്രൽ ഒരു 7 തലമുറയ്ക്ക് ചെയ്യുന്ന പൂജകളോ നമ്മുടെ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങളോ എല്ലാം ഓക്കെ, അതിന്റെ ഒരു പങ്ക് കിട്ടുമായിരിക്കാം, നമുക്കറിയില്ല, ആരും കിട്ടിയിട്ട് വന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ, എല്ലാവർക്കും കൊടുക്കുമ്പോൾ, എല്ലാവരോടും നന്ദി എന്ന് പറയുന്ന 2 വാക്ക് ഇല്ലേ, അത് പ്രയോഗിച്ച് തന്നെ സഹായിക്കുന്നവരെല്ലാരോടും ഒരു നന്ദി പ്രയോഗിച്ച് അവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവതിയെ തൊഴുതുകൊണ്ട് ആ ശിവശക്തി ഐക്യ രൂപത്തെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ആരുടെയും എന്താ പറയാ, അവരും എന്നെ പോലെ നന്നായി വരട്ടെ എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അത് തന്നെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കും അനുഗ്രഹം ഒരാൾക്ക് മാത്രം സമ്പത്ത് ഒരുപാട് കൊടുക്കുന്നു, സമൂഹത്തിൽ കുറച്ചു പേർക്ക്
സമ്പത്ത് ധാരാളം ലഭിക്കുന്നു, കുറെ പേർക്ക് ദുഃഖങ്ങൾ മാത്രം കിട്ടുന്നു, ഇല്ലേ? പണ്ഡിതനും പാമരനുമായിട്ട് ജനിക്കുന്നു, ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ട് ജനിക്കുന്നു, കുറെ പേര് പാവങ്ങളായിട്ട് ജനിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആർക്കും ഒന്നും സംഭവിക്കുന്നതല്ല, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വന്നു ചേരുന്നതാണ്. ഇതാരും നമുക്ക് തരുന്നതല്ല. നമ്മുടെ ഈ ഒരു ജന്മസമയത്ത് നമ്മൾ പറയുന്നു നവഗ്രഹങ്ങള്, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് കർമ്മങ്ങളൊന്നുമില്ല, അല്ലെ? ഗർഭവാസം എന്നുള്ള ഒരു കർമ്മം കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. 27 ദിവസം കഴിയുമ്പോൾ നമ്മള് ആ ഒരു നവഗ്രഹങ്ങളുടെ ഒരു ചാർട്ട് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ജാതകം, ജനിച്ചപ്പോൾ ഉണ്ടായതെന്ന് പറയുന്നത്. ഈ ജാതകം എന്താണ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം മനസ്സിലാകും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജനിച്ച കൊച്ചു കുഞ്ഞിന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല, അല്ലെ? കരയുക, പാല് കുടിക്കുക, ഉറങ്ങുക, പ്രത്യേകിച്ച് യാതൊരു കർമ്മങ്ങളും ഇല്ലാത്ത കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ഒരു ജാതകം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ നവഗ്രഹങ്ങളുടെ നിലയനുസരിച്ച് പറയുന്നു ഈ കുട്ടി രാജാവാകും, ചിലര് പറയുന്നു ചക്രവർത്തിയാകും, ഇല്ലെങ്കിൽ ഈ കുട്ടി കാരണം നമ്മുടെ ദോഷങ്ങൾ ഉണ്ടാകും. ഇതിന്റെ രാഹുവിന്റെ കാലം, നവഗ്രഹത്തിലെ രാഹു നല്ലതല്ല, കേതു നല്ലതല്ല. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ശുദ്ധമായിരിക്കുന്ന ആത്മാവ് ഒരു ശരീരം സ്വീകരിച്ച് പുറത്തു വന്നു, അതിന് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എപ്പോഴത്തെ കർമ്മത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അപ്പൊ നമുക്ക് ഏതൊരു സൂക്ഷ്മ ചിന്തയിലൂടെ മനസ്സിലാക്കാം, ഇത് കഴിഞ്ഞ ജന്മങ്ങളുടെ ഒരു ഇംപ്രിന്റ് ആണ് നമ്മുടെ ജാതകം എന്ന് പറയുന്നത്, അല്ലേ? ജന്മത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു, നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എവിടെ ജനിക്കണം, ആരൊക്കെ നമ്മുടെ ബന്ധുക്കളായിരിക്കണം, ഇതെല്ലാം തീരുമാനിച്ച ഒരു പ്രകൃതി നമ്മളെ ഒരിടത്ത് നമ്മളെ ശരീരം എടുത്തു. അപ്പൊ അതിൽ നമ്മൾ പൂർവ്വജന്മാർജിത കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ആ ഒരു ജാതകം എന്ന് പറയുന്ന അസ്ട്രോളജിക്കൽ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലേ? ആ ഒരു ശനിയുടെ ഭാഗം, ഇല്ലെങ്കിൽ ഒരു കേതുവിന്റെ ഭാഗം, വ്യാഴൻ, അവർക്ക് എന്താ, വ്യാഴൻ നല്ല സ്ഥാനത്ത് ലഗ്നത്തിൽ നിൽക്കുക, 11 നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്താ? ഉച്ചസ്ഥനായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം, ബൃഹസ്പതി ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുക. ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത ജാതകം ഒരു ജാതകൻ പരിശോധിക്കുമ്പം അസ്ട്രോളജർ പറയും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ യാതൊന്നും കിട്ടില്ല എന്ന് പറയും. ഇപ്പൊ നമ്മൾ ദുഃഖിക്കും, അല്ലേ? ഇപ്പൊ വ്യാഴന്റെ അനുകൂല സ്ഥിതി കൂട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനെ വിഷ്ണുവിനെ സ്മരിക്കും, ബൃഹസ്പതിയെ പൂജിക്കും, ഇങ്ങനെ ഓരോന്നിനും നമ്മൾ പരിഹാരം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാ? അപ്പൊ ഇത് ഇപ്പൊ ചെയ്തതല്ല, അപ്പൊ നമ്മൾ ഏതോ ജന്മങ്ങളിൽ ചെയ്തതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, ഈ ജന്മത്തെ കർമ്മങ്ങളല്ലത്. ഈ കർമ്മങ്ങൾ മാറ്റുന്നതിന് നമ്മൾ എന്താ വേണ്ടത്? ഇപ്പൊ നമുക്കൊരു ശരീരം കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് നന്മകൾ ചെയ്ത്, നല്ല കാര്യങ്ങൾ ചെയ്ത്, നല്ല ഉദ്ദേശശുദ്ധിയോടെ സത്കർമ്മങ്ങൾ ചെയ്ത് സദ്ഫലങ്ങള്, ഏറ്റവും പ്രധാനം എന്താ? എല്ലാത്തിലും ഈശ്വരനെ കാണുക, ഈശ്വരാരാധന. അപ്പൊ ആ ഒരു യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ഈശ്വരനോടുള്ള ആ ഒരു കൃതകൃത്യത, ആ ഈശ്വരനെ സദാ ചിന്തിക്കുക, അത് തന്നെയാണ് സാധന എന്ന് പറയുന്നത്. നമ്മൾ ഈ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന വാസനകളെല്ലാം തന്നെ ക്ഷയിക്കാൻ അത് കാരണമാകും. നമ്മൾ ഇതനുസരിച്ച് ജീവിക്കുള്ളൂ. മനസ്സുകൊണ്ട് ഇതിൽ താതാത്മ്യം പ്രാപിച്ച് ഈ നവഗ്രഹങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്റെ ജാതകത്തിൽ ഇന്ന പോലെയാണ്, അത് അനുഭവിച്ചേ തീരൂ എന്ന് തീരുമാനം എടുക്കുന്ന നമ്മളാ. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. രത്നാകരനോട് ഭാര്യ പറഞ്ഞത് ഇത് തന്നെയാണ്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുന്നവർ. ഇത് എന്റേതാണ്, ഇതെല്ലാം എനിക്ക് വരും എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് അങ്ങനെ അനുഭവിച്ചു പോകാം. അല്ല, ഇതൊന്നും എനിക്ക് വരില്ല, ഇതെന്റെ പൂർവ്വജന്മങ്ങളാണ് ഈ കാണുന്നത്, ഇനി എനിക്കൊരു പുതിയ ജന്മം ഈശ്വരൻ തരുന്നു, ഞാൻ വർക്കൗട്ട് ചെയ്ത്, അല്ലെ, ഞാൻ നിർബന്ധമായിട്ട് ഈശ്വരനെ ഭജിക്കും, ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഒരു ചര്യയിലൂടെ, ഒരു ഉപാസന മാർഗത്തിലൂടെ ഞാൻ ഇതിനെ ഇല്ലാതാക്കുന്നു തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ചാർട്ട്, അതുകൊണ്ടല്ലേ ജ്ഞാനത്തിൽ തന്നെയാണ്, ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഈ നമ്മുടെ പാസ്റ്റ് കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോ ഇതിൽ പ്രവേശിക്കുന്നു, അതുകൊണ്ടാണ് ശ്രീവിദ്യ ഉപാസനയിൽ ജാതകം നോക്കണ്ട എന്ന് പറയാൻ കാരണം. അവിടെ അമ്മ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ ഉപാസന മാർഗം സ്വീകരിക്കുന്ന ഭൗതിക കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഭൗതികമായിട്ടുള്ള വിജയങ്ങളും ധനവും പ്രശസ്തിയൊക്കെ തരാനാണ് ശ്രീവിദ്യ ഉപാസന എന്ന് വിചാരിക്കും. ശ്രീവിദ്യ ആത്മവിദ്യയാണ്. അമ്മയ്ക്ക് ഈ ചെറിയ ചെറിയ മുട്ടായി കൊടുക്കലല്ല പണി. അമ്മയ്ക്ക് ഏറ്റവും ഉയർന്ന ആ കൈവല്യപദമായിരിക്കണം മോക്ഷത്തെ കൊടുക്കുന്നതാണ് അമ്മയുടെ ജോലി, അല്ലെ? അമ്മ ചെയ്യുന്നത്. അല്ലാത്തതൊക്കെ ചോദിക്കുമ്പോ താഴത്തെ ദേവതകൾ, അല്ലേ, ആ ഭൂപുരത്തിലിരിക്കുന്ന അണിമ ഗരിമ സിദ്ധികൾക്കൊക്കെ തരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, നിസാരമായിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മള് ഈ പറഞ്ഞ ഒരു ഉപാസന മാർഗം, മന്ത്രവും സ്തോത്രവും എന്താ പറയാ, ആരാധനയൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ സ്തോത്രങ്ങൾ ചൊല്ലുക, ദേവിയോട് അമ്പലത്തിൽ ചെന്ന് ഓരോന്ന് പ്രാർത്ഥിക്കുക, പ്രകർഷേനുള്ള അർത്ഥന ചോദിക്കുക, ഇല്ലേ? നമ്മളെല്ലാം ചോദിക്കുകയാണ്, ഇത് തരൂ അമ്മേ, അത് തരൂ.
അമ്മയ്ക്ക് ഞാൻ ഇത് തരാം, ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം, എനിക്ക് പകരമായിട്ട് ഇത് തരൂ എന്ന് ചോദിക്കുന്ന എല്ലാം എന്താ, ഒരു കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സാണ്. കാരണം ആ ഒരു വ്യവസായാത്മിക ബുദ്ധി, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ചോദിക്കുന്ന എല്ലാം തരുന്ന ഒരു ആളാണ് അമ്മ. തരില്ല എന്നല്ല, ന്യായമായിട്ടുള്ള എല്ലാം അമ്മ തരുന്നുണ്ട്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ലക്ഷ്യം എന്താ, മനുഷ്യൻ ആ ഒരു മനുഷ്യ ശരീരത്തിലൂടെ തന്നെ അറിയുക, ആത്മാവിനെ അറിയുക. ആത്മാവ് കൊണ്ടുവന്നിരിക്കുന്ന നവഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസിൽ വന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും, ഉറപ്പാണ്. ഉപാസനാ മാർഗത്തിലൂടെ, ഈ ജ്ഞാനത്തിലൂടെ, ആ ഒരു നല്ല സത്കർമ്മങ്ങളിലൂടെ, ആ ഒരു അഖണ്ഡാകാര വൃത്തിയിലൂടെ, എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചം ഈശ്വരൻ്റെതാണ്, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാറ്റിനോടുമുള്ള ഒരു കൃതകൃത്യത, നന്ദി, ഇതെല്ലാം രേഖപ്പെടുത്തതുള്ളൂ. ബാഹ്യപൂജകൾ ഒന്നും ഇതിനൊരു പടിയല്ല. ഇതൊക്കെ ഈ ആന്തരിക തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് എപ്പോ നമ്മൾ മനസ്സിലാവുന്നു, അപ്പൊ സകലതും അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച ആത്മാവായിരിക്കുന്ന, എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്ഥിതിയിൽ കുടികൊള്ളുന്ന, സാക്ഷി ഭാവത്തില് കുടികൊള്ളുന്ന ആ ജഗദീശ്വരിക്ക് എപ്പോ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നു, ചിന്തകളെ സമർപ്പിക്കുന്നു, അപ്പൊ നമ്മുടെ വാസനകള്, പൂർവ്വജന്മാർജിത നമ്മുടെ വാസനാ ശരീരം എന്ന് പറയുന്ന കാരണ ശരീരം അപ്പൊ ഇല്ലാതായി തീരുകയാണ്. കാരണം സഞ്ചിത കർമ്മങ്ങൾ ചേർന്നതാണ് വാസനകളായിട്ട് നമ്മുടെ ഒരു വാസനാമയ ശരീരം എന്ന് പറയുന്നത്. അതാണ് ജന്മത്തിന് കാരണമാണെന്ന് പറയണു. പ്രാരാബ്ധം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് ശരീരം കിട്ടി, മറ്റുള്ള ജീവികൾക്ക് ചിന്താശക്തി ഇല്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ശരീരമുണ്ട്, ബുദ്ധിയുണ്ട്, ഇല്ലേ, ചിന്തിക്കാൻ കഴിവുണ്ട്. ആ കഴിവുകൾ നമ്മൾ ആ ഒരു സദ്വഴിയിലൂടെ തിരിച്ചുവിട്ട് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലെ, ആത്മാവിനെ ചുറ്റപ്പെട്ടിരിക്കുന്ന വാസനകളാകുന്ന ആ ദുർഗന്ധങ്ങളെ എല്ലാം മാറ്റി സുഗന്ധപൂരിതമാക്കിക്കൊണ്ട് അമ്മയെ ഹൃദയപത്മത്തിൽ ഇരുത്തി ആ ഒരു സത്ചിന്തകളാകുന്ന പൂക്കൾ കൊണ്ട് അർച്ചിക്കുമ്പോൾ അമ്മ, അത് തന്നെയാണ് ശങ്കരാചാര്യ സ്വാമിയുടെ സൗന്ദര്യ ലഹരിയിലെ ജപോ ജൽപ്പ ശില്പം കൊണ്ട് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ ചിന്തകളെല്ലാം അമ്മയ്ക്കുള്ള അർച്ചനകളായി തീരട്ടെ. എൻ്റെ പ്രദക്ഷിണങ്ങൾ, ഞാൻ നടക്കുന്നതെല്ലാം തന്നെ അമ്മയ്ക്കുള്ള പ്രദക്ഷിണങ്ങളാകട്ടെ, ഞാൻ കഴിക്കുന്നതെല്ലാം തന്നെ അമ്മയ്ക്കുള്ള നൈവേദ്യങ്ങളാവട്ടെ, ഞാൻ കിടക്കുന്നത് അമ്മയുടെ പാദപത്മങ്ങളിലാകട്ടെ, അല്ലേ. ആ ഒരു എന്താ പറയുക, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചേശ്വരിയായിരിക്കുന്ന, പ്രപഞ്ചത്തിലും എൻ്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്ന സാക്ഷിഭാവത്തിൽ എൻ്റെ സുഖദുഃഖങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ട് എൻ്റെ ആത്മാവുണ്ട്, അല്ലെ. ഞാൻ എന്താ കാണുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി പകല് കാണുന്നു, രാത്രി കാണുന്നു, രാത്രിയും പകലും മാറി മാറി വരുന്നു, ഇല്ലേ. ഞാൻ കാണുന്നു. അതുപോലെ എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ആത്മാവ്, എൻ്റെ സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ദേവിയെ അറിയുന്നില്ല, സുഖത്തിലൂടെ നമ്മൾ അങ്ങ് കടന്നു പോകും. ദുഃഖം വരുമ്പോൾ നമ്മള് അയ്യോ അമ്മ, എനിക്ക് ആരും ഇല്ലേ, ഇല്ലേ. നമ്മൾ ബാഹ്യശക്തികളെ, ഗജേന്ദ്രനെ പോലെ ബാഹ്യശക്തികളെല്ലാം നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ, നമ്മുടെ ധനം, കൂടെ നിന്നവര്, ബന്ധുജനങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ നമ്മൾ ആത്മാവിന് ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ആരില് ശരണാഗതി ചെയ്യും. എനിക്ക് ആരും ഇല്ലല്ലോ, എനിക്ക് ആലംബമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗജേന്ദ്രൻ എപ്പോഴാണോ തന്റെ മനസ്സാകുന്ന താമരെ വിഷ്ണു ഭഗവാനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ വന്ന് എന്ത് ചെയ്തു, സുദർശനമാകുന്ന ചക്രം കൊണ്ട് ആ കാലമാകുന്ന മുതലേ ഇല്ലാതാക്കി. ഈ കാലം എന്ന് പറയുന്നത് എന്താ, ജന്മം തന്നെയാണ്, അല്ലെ. അപ്പൊ അതുപോലെ നമ്മളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞാല് നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷാർത്ഥപ്രദ, അത് തരാൻ കഴിവുള്ളവളാണ്. നമുക്ക് കഴിവുള്ളവരെടുത്താ ചോദിക്കേണ്ടത്, ഇല്ലേ. ഒരു ധനവാനോട് നിന്ന് വേണം ധനം ആവശ്യപ്പെടാൻ. ഒന്നുമില്ല, ചിലർക്ക് കൊടുക്കാൻ മനസ്സുണ്ടായിരിക്കും, ചിലർക്ക് കൊടുക്കില്ല, ഇല്ലേ. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളവരോടെ ചോദിക്കാവൂ എന്ന് പറയും. കണ്ടു നിറഞ്ഞവനാണ് കൊടുക്കാൻ പറ്റുക. എന്റേതാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് നമ്മൾ ചോദിക്കരുതെന്ന് പറയും. അപ്പൊ കണ്ടു നിറഞ്ഞ ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശമുള്ള സാക്ഷാൽ ജഗദീശ്വരി ആയിരിക്കുന്ന പരാശക്തിക്ക് മാത്രമേ നമുക്ക് ചോദിക്കുന്നതെല്ലാം തരാൻ പറ്റൂ. അതുകൊണ്ടാണ് ആദ്യത്തെ 3 നാമങ്ങളും ശ്രീ മാതാ മഹാരാജ്ഞി സിംഹാസനേശ്വരി, ഇങ്ങനെ ഒരു അമ്മയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് എന്ത് തരാൻ കഴിവുണ്ട്? ധർമാർത്ഥ മോക്ഷങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ പുരുഷ ശബ്ദത്തിന് രുദ്രൻ എന്ന അർത്ഥമുണ്ട്. പുരുഷോ വൈ രുദ്രഹ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പൊ അർത്ഥപ്രദനായിരിക്കുന്ന പുരുഷന്റെ, രുദ്രന്റെ തന്നെ സ്വരൂപമായിട്ടിരിക്കുന്നവൾ പുരുഷാർത്ഥപ്രദ. അപ്പൊ ഏറ്റവും ഒരു ഉയർന്ന നാമമായിട്ട് നമുക്ക് കാണാം ഇത്. കാരണം മനുഷ്യജന്മത്തിന്റെ സാഫല്യമാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ആ റൈറ്റിയസ്നെസ്, അല്ലെ, അല്ലെങ്കിൽ വെർച്യൂസ്. അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മുടെ ആഗ്രഹങ്ങള്, പർപ്പസ് എന്നൊക്കെ പറയാം.
ആ ഒരു കർമ്മ, കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയേഴ്സ് ആൻഡ് പ്ലഷേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങള്, നമുക്ക് എന്തൊക്കെ വേണം. മോക്ഷ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ എന്ന് പറയുന്ന ആ ഒരു കൈവല്യ പദം. ഇപ്പൊ സനാതന ധർമ്മവും ഭാരതീയ സംസ്കാരവും അംഗീകരിച്ചതാണ് ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇത് നൽകുന്നത് പരാശക്തിയാണ്. ഇപ്പൊ പുരുഷാർത്ഥപ്രദ. അപ്പൊ ഇനി വേറൊരു അർത്ഥം നമ്മൾ കണ്ടു. പുരുഷൻ എന്നാൽ ശിവനാണ്, ശക്തി പ്രകൃതിയാണ്. അർത്ഥത്തിൽ ആ ഒരു സാൽവേഷൻ, സമാധി അവസ്ഥ. പ്രദ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൾ. അപ്പൊ ശിവൻ ശക്തിയിലൂടെ മോക്ഷത്തെ കൊടുക്കുന്നു. അപ്പൊ ശക്തിയുടെ പ്രാധാന്യത്തെയാണ് ഈ നാമം കാണിച്ചു തരുന്നത്. മാത്രമല്ല ശിവനും ശക്തിയും സ്വതന്ത്ര ശക്തികളാണെന്നും കാണിച്ചു തരുന്നു. അടുത്ത നാമം പറയണു ദേവി പൂർണ്ണ. പൂർണ്ണമായിട്ടിരിക്കുന്നവൾ അല്ലെ. അപ്പോ ശരിക്കും പൂർണ്ണമായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അപൂർണമായിരിക്കുന്ന, നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അപൂർണങ്ങളാണ്. കാരണം ശരീരത്തിൽ വരുമ്പോ ശിവൻ ജീവനായിട്ട് തീരുകയാണ്, ലിമിറ്റേഷൻസ് ഉണ്ടാവുകയാണ്. എന്താണ്? ടൈം ആൻഡ് സ്പേസിൽ അല്ലെ. ആ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നിടത്ത് വരുമ്പോൾ ലിമിറ്റഡ് ആയിരിക്കുന്ന ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു ശക്തി ചൈതന്യം ലിമിറ്റഡ് ആയിട്ട് ഒരു തുള്ളിയായിട്ട് അല്ലെ, ഒരു ചെറിയ തുണ്ടായിട്ട് നമ്മുടെ ഹൃദയപത്മത്തില് ജീവൻ എന്നുള്ള പേരില് ആത്മാവായിട്ട് കുടികൊള്ളുന്നു. അപ്പൊ നമ്മളെ പൂർണ്ണത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പൂർണ്ണത്തിന്റെ അംശം തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയത്. അപ്പൊ പൂർണ്ണയായിരിക്കുന്നവൾ, ഒരംശത്തിലും കുറവില്ലാത്തവൾ, അതായത് ദേശകാല വസ്തുകൃത പരിച്ഛേദങ്ങൾ യാതൊന്നുമില്ലാത്തവൾ പൂർണ്ണ. സൗഭാഗ്യഭാസ്കരൻ പറയണു അല്ലെ. ഇപ്പം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണം ഏവ അവശിഷ്യതയെന്ന് ഈശാവാസ്യ ഉപനിഷത്ത് വളരെ നമ്മുടെ എല്ലാം ശാന്തി മന്ത്രങ്ങളിൽ ഒന്നാണ്. ഏത് എന്താ പറയാ സത്സംഗത്തിന്റെ അവസാനം നമ്മൾ പറയുന്ന ഒരു മന്ത്രമാണിത്. കാരണം പൂർണ്ണം അവിടെ പൂർണ്ണാണ്, നമ്മുടെ ഉള്ളിലും പൂർണ്ണാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അപ്പോ ആ ഒരു പൂരിപ്പിക്കുന്നവൾ, പൂർണ്ണത വരുത്തുന്നവൾ എന്ന് വ്യാഖ്യാനം എടുക്കണം നമ്മൾ. എല്ലാ ദർശനങ്ങളുടെയും ആ ഒരു ദേവതമാരായിട്ട് ഏതൊക്കെ ദേവതമാരുണ്ടോ അവരെ കുറിച്ചുള്ള പ്രസംഗങ്ങളിലും നമ്മൾ ദേവിയെ ചേർത്താലേ പൂർത്തി വരുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു എന്താ പറയാ കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്ന ദേവികളെയൊക്കെ കുറിച്ച് എന്താ പറയാ ലളിത ഉപാഖ്യാനത്തിൽ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഈ സമേശ്വരിമാരെ പറയുമ്പോഴും നിത്യദേവതമാരെ പറയുമ്പോഴും ചക്രിണികളായിരിക്കുന്ന യോഗിനിമാരെ പറയുമ്പോഴും ശ്രീ ലളിതാ പരമേശ്വരി ആ ഒരു സംഖ്യാപരിപൂർത്തി വരുത്തുന്ന ദേവിയാകുന്നു. അപ്പൊ ലളിതാ ദേവിയെ കൂട്ടി വേണം സമേശി തുടങ്ങിയവരുടെ സംഖ്യ കണക്കാക്കാൻ. കാമേശ്വരനായിരിക്കുന്ന ശിവന്റെ വാമാങ്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകമാതാവായിരിക്കുന്ന ലളിതാംബിക എങ്ങനെ സമേശ്വരികളിൽ നാലാമതായിട്ടുള്ളവളായും നിത്യദേവതമാരിൽ 16ാമത്തവളായും യോഗിനി ചക്രദേവിമാരിൽ 9ാമത്തവളായും സംഖ്യയെ പൂർണ്ണമാക്കുന്നവള് എന്ന് ലളിതോപാഖ്യാനം പറയുന്നുണ്ട്. കാരണം എല്ലാത്തിനെയും പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ ദേവിയെ കുറിച്ചുകൂടെ പറയണം. അപ്പൊ പൂർണ്ണമാക്കുന്നവൾ പൂർണ്ണ, ഒരു കുറവുമില്ലാതെ പൂർണ്ണമായിട്ടിരിക്കുന്നവൻ അല്ലെ. ടോട്ടാലിറ്റി ഓഫ് എവറിത്തിങ് എന്ന് പറയാം. ബൃഹദാരണ ഉപനിഷത്ത് പറയുന്നു, നമ്മൾ പറഞ്ഞ ആ ഒരു പൂർണ്ണമത പൂർണ്ണമിതം അല്ലെ. അപ്പൊ ആ ഒരു ബ്രഹ്മം എന്നത് ആദി മധ്യാന്തമില്ലാത്ത ബൃഹത്തായിരിക്കുന്ന ഉണ്മയാണ്. അപ്പൊ ആ ഒരു പൂർണ്ണം, അതായത് ഇൻഫിനിറ്റിൽ നിന്നുമാണ് വേറൊരു പൂർണ്ണം വരുന്നത്. ഇങ്ങനെ എത്ര പൂർണ്ണത്തെ എടുത്താലും ബ്രഹ്മം പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിനേക്കാൾ ആ ഒരു പൂർണ്ണ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ഇതാണ് ദേവി. തത് ത്വം അസി അല്ലെ. അത് ബ്രഹ്മമാണ്, ബ്രഹ്മം മാത്രമാണ് പൂർണ്ണം. ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന പരാശക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭോഗിനി, പൂർണ്ണമായിട്ടിരിക്കുന്ന ദേവി, സദാ മാറ്റമില്ലാതെ പൂർണ്ണമായിട്ടിരിക്കുന്ന ദേവി ആരാണ്? ഭോഗിനി, ഭോഗപദാർത്ഥങ്ങളെ നൽകുന്നവൾ. എന്താണ് ഭോഗങ്ങള്? ഭക്ഷണം, വസ്ത്രം മുതൽ ഔഷധങ്ങൾ വരെ എല്ലാം നമുക്ക് ഭോഗമായിട്ട് പറയാം അല്ലേ. ഭോഗങ്ങൾ, ഭോഗമോക്ഷപ്രദ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഭോഗങ്ങളെ അനുഭവിക്കുന്നവൾ, ഭോഗം എന്നതിന് സുഖ സാക്ഷാത്കാരം അതുള്ളവൾ ഭോഗിനി. അപ്പൊ ഭോഗിനി ശബ്ദത്തിന് നാഗകന്യക എന്നും അർത്ഥം പറയാറുണ്ട്. നാഗകന്യക സ്വരൂപിണിയായിരിക്കുന്നവൾ എന്നും നമുക്ക് പറയാം. അപ്പോ ഭോഗങ്ങൾ എന്നാല് ജീവിത സുഖങ്ങൾ എന്ന അർത്ഥം എടുക്കണം. ഈ പ്രപഞ്ചത്തിലെ ജീവിത സുഖങ്ങൾ കൊടുക്കുന്ന എല്ലാമായിരിക്കുന്നത് ദേവി തന്നെയാണ്. എല്ലാം ആസ്വദിച്ച് സന്തോഷിക്കുന്നതും ദേവിയാണ്. അപ്പൊ പൂർണ്ണമായ വസ്തുവിൽ നിന്ന് പൂർണ്ണങ്ങൾ എടുത്താലും പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു. അപ്പൊ ഈ നാമത്തില് നിന്ന് നമ്മൾ അങ്ങനെ ഉള്ള ഒരു അർത്ഥമാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് എല്ലാം വരുന്നു, എല്ലാവരും വരുന്നു, തിരിച്ചെല്ലാം അതിൽ തന്നെ ലയിക്കണം. അപ്പൊ ഇവിടെ ഭോഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ദേവിയുടെ സൃഷ്ടിജാലങ്ങളാകാം. കാരണം
ആ ഒരു സൃഷ്ടികർമ്മത്തിൽ സന്തോഷിക്കുന്നവളാണ് ദേവി. അപ്പോ ഭോഗവസ്തുക്കള് ദേവിക്ക് സന്തോഷം കൊടുക്കുന്നതാണ്. ദേവി ആസ്വദിക്കുന്നു. എല്ലാം തന്റെ സൃഷ്ടിജാലങ്ങൾ തന്നെ ആയിരിക്കണം. ഈശ്വരൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയാറുള്ളത് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഭോഗിനി എന്നൊരു പെൺസർപ്പത്തെ പറയാറുണ്ട്. ഇത് ദേവിയുടെ കുണ്ടലിനി സ്വരൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഭോഗിനിയായിരിക്കുന്ന കുണ്ടലിനി സ്വരൂപമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആ ഒരു എന്താ പറയാ സാധന കൊണ്ടില്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ശക്തിപാദം കൊണ്ട് ഉണർന്ന് ഷഡ്ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയാ തന്റെ ഇണ ഇരിക്കുന്ന ആ ഒരു സഹസ്രാര പത്മത്തിലേക്ക് കുതിച്ചുകൊണ്ട് ശിവശക്തി ഐക്യരൂപമായിരിക്കുന്ന മേളനോടെ നടക്കുന്നുവെന്നും ആ ഒരു ശരീരബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആനന്ദം ആ ഒരു ഉപാസകന് ലഭിക്കുന്നുവെന്നും കുണ്ടലി ഉപാസനയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് പരയായിട്ടിരിക്കുന്ന ഈ ദേവി തന്നെയാണ്. അപ്പൊ ഭോഗിനിയായിരിക്കുന്ന ദേവി ഭുവനേശ്വരി കൂടെയാണ്. സകല ഭുവനങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവൾ 14 ലോകങ്ങളെയും പാലിക്കുന്നവളാണ് ഭുവനേശ്വരി. അപ്പൊ എല്ലാ ഭുവനങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവൾ. ഭുവന ശബ്ദം ഇവിടെ 14 ലോകങ്ങളെയും കുറിക്കുന്നുണ്ട്. നമ്മള് 724 ഭുവനങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഓരോരുത്തരും ഓരോ പുരാണങ്ങളില് ഓരോ കണക്കുകൾ പറയുന്നു. എത്രയോ ആയിക്കോട്ടെ, നമുക്ക് മനുഷ്യ ബുദ്ധിക്ക് അത് അളക്കാനോ എണ്ണാനോ ഒന്നും പറ്റില്ല. അപ്പോ ഇവിടെ നമ്മൾ 14 ലോകങ്ങളെ എടുക്കാം. അവയ്ക്കെല്ലാം തന്നെ സ്വാമിനിയായിട്ട് ഇരിക്കുന്നവൾ. അപ്പൊ ഭുവനത്തിന് ജലം എന്നൊരർത്ഥമുണ്ട്. എല്ലാ ജീവികൾക്കും ആ ജീവൻ കൊടുക്കുന്നത്, ജീവനമായിരിക്കുന്നത് എന്താണ്? ജലമാണ് അല്ലേ. അപ്പോ അതിന് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ എന്ന അർത്ഥം എടുക്കാം. അപ്പോ മന്ത്രതന്ത്രാദികളില് ഹൃല്ലേഖാഭിമാനിയായിരിക്കുന്ന ദേവതാ രൂപമുള്ളവൾ എന്ന് നമുക്ക് പറയാം അല്ലെ. ഹൃല്ലേഖാത്മക മന്ത്രസ്വരൂപ. ഹൃല്ലേഖ എന്നുള്ള പദം ഹ്രീംകാരത്തെ കുറിക്കുന്നു. നമ്മള് ഹ്രീംകാരത്തെ കുറിച്ചും ഭുവനേശ്വരിയെ കുറിച്ചും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. ഹ്രീം എന്ന മന്ത്രം എന്താണ്, അതിൽ 5 അക്ഷരങ്ങൾ എന്തൊക്കെയാണ് കുറിക്കുന്നത്, അപൂർണമായിരിക്കുന്ന ശക്തി പ്രണവമാണ് അല്ലെ. ആ ഒരു എന്താ പറയാ ഭുവനേശ്വരി എന്ന് പറയുന്ന, അതായത് ആ ഒരു ത്രിപുര സിദ്ധാന്ത വാക്യപ്രകാരം എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്ന ഗുരുശേഷ രൂപമായിട്ടിരിക്കുന്നവളാണ് ഭുവനേശ്വരി. ആ ഭുവനാനന്ദ നാദസ്യ പ്രസന്നത്വ മഹേശ്വരി ഭുവനേക്ഷേതി വിഖ്യാത ശാംഭവി ഭുവനേശ്വരി എന്ന് പറയാറുണ്ട്. അപ്പോ ഭുവനേശ്വരി എന്നുള്ള ഈ പ്രപഞ്ചത്തെ, ഭുവനങ്ങളെ സൃഷ്ടിച്ചവളാണ് ഭുവനേശ്വരി. അപ്പോ ഭുവനം എന്നാൽ യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നൊക്കെ നമ്മൾ എടുക്കണം. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നവൾ ഈശ്വരി. ഭൂമിയുടെ താഴെ 7 ലോകങ്ങളും 7 ഊർധ്വലോകങ്ങളും ചേർന്നതാണ് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ 14 എന്നത് 5 തത്വങ്ങളുടെയും അന്ധകരണവുമായിട്ട് നമ്മൾ എടുക്കണം. കാരണം ഹ്രീം എന്ന ബീജത്തെ നമ്മൾ ഭുവനേശ്വരി ബീജം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ ആ ഒരു ശ്രീചക്രമായിട്ടും ഈ 14 ലോകങ്ങള് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടോന്നും കണക്കാക്കിയെങ്കിൽ അതല്ലേ ശരീരം ശ്രീചക്രം ജീവാത്മാ പരമേശ്വര എന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു സദാശിവ പരമാത്മ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് തന്നെയാണ് മായാബീജമായിരിക്കുന്ന ഹ്രീംകാരം. ഈ ബീജത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് മാത്രമല്ല, ഈ ദേവി പ്രണവം എന്നറിയപ്പെടുന്ന ഈ ശക്തി ബീജം വളരെ ശക്തിയുള്ളതാണ്. കാരണം ഇത് ശിവബീജമായിരിക്കുന്ന ഹകാരവും അഗ്നിബീജമായിരിക്കുന്ന രകാരവും കാമകലാമന്ത്രമായിരിക്കുന്ന ഈംകാരവും കൂടി ചേർന്നതാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയിലെ സന്തുഷ്ടമായിരിക്കുന്ന ദേവി തന്നെയാണ് ഈ ഒരു എന്താ പറയാ മന്ത്രത്തിന്റെ ദേവത. കാരണം മന്ത്രവും ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഒരു പ്രാർത്ഥനകളും തമ്മിൽ, ഒരുപാട് സ്തോത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. മന്ത്രദേവതയെ ആവിഷ്കരിക്കുകയാണ്. ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ദേവത ആവിർഭൂതമാവുകയാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ സന്തുഷ്ടയായിരിക്കുന്ന ദേവി തന്നെയാണ് ഇവിടുത്തെ ഭരണാധിപയും ഈ നാമത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഭുവനേശ്വരൻ എന്ന് പറയുന്ന ശിവന്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഭുവനേശ്വരി എന്ന അർത്ഥാംഗിനിയായിരിക്കുന്ന ശിവ. അപ്പൊ നമ്മൾ ശിവ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർന്ന് വരും. അപ്പൊ അങ്ങനെയുള്ള ദേവി ആരാണ്? ഹ്രീംകാരത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ഭുവനേശ്വരി തത്വത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഈ അപരാജിത എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. വേണ്ടവർക്ക് അത് കേൾക്കാം. ഇപ്പൊ ഇതില് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പൊ ഭുവനേശ്വരി ആയിരിക്കുന്ന ദേവി അംബിക, ലോകത്തിന്റെ അമ്മ, ആധ്യാത്മിക പുരോഗതിയുടെ അമ്മ അംബിക. വളരെ ഉയർന്ന നാമമാണ് അംബിക എന്നുള്ളത്. കാരണം ജഗത്തിന് അമ്മയായിരിക്കുന്നവൾ. നമ്മളെ ഭാരതി, പൃഥ്വി, രുദ്രാണി എന്നീ രൂപങ്ങൾ കൈക്കൊണ്ട ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ സമഷ്ടിയാണ് നമ്മൾ അംബിക എന്ന് വിളിക്കുന്നത്. അപ്പോ ആ രൂപമുള്ളവൾ അല്ലെ, അംബിക, അമ്മയുടെ രൂപമുള്ളവൾ. അംബിക ശബ്ദത്തിന്
നിദ്ര എന്നും രാത്രി എന്നും നിദ്ര രൂപത്തിൽ ഈ ഒരു പക്ഷത്തിൽ നമുക്ക് അർത്ഥമെടുക്കാം. കാരണം രാത്രി രൂപ മഹാദേവി, ദിവാരൂപ മഹേശ്വര. ഇപ്പൊ രാത്രി ദേവിയുടെ രൂപവും പകല് ശിവന്റെ രൂപമാണെന്ന് പറയുന്നുണ്ട്. വിശ്വേശ്വരിയും ജഗദ്ധാത്രിയും സ്ഥിതി സംഹാരകാരണിയും നിദ്രാം ഭഗവതിയും വിഷ്ണു രതുലാം തേജസ പ്രഭു എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. പ്രകൃതിസ്ഥം ഹി സർവസ്യ ഗുണത്രയ വിഭാഗിനി കാളരാത്രി മഹാരാത്രി കാളരാത്രി മഹാരാത്രി മോഹരാത്രി ച ദാരുണ എന്ന് ദേവി മഹാത്മ്യം. അപ്പോ ഈ ഒരു നാമം അംബിക എന്ന് പറയുന്ന നാമം, ദ മദർ ഓഫ് ദ യൂണിവേഴ്സ്, ജഗദംബിക. നമ്മൾ വിളിക്കും അമ്മേ ജഗദംബികയെ, നാരായണി എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ. നാരായണന്റെ ഭാര്യ, വിഷ്ണു രൂപിണി, മുകുന്ദ, ഇതെല്ലാം അമ്മയുടെ പേര് തന്നെയാണ്. ഇത് ശ്രീമാത എന്നുള്ള നാമത്തിൽ നിന്നും വ്യത്യസ്തമാണ് കുറച്ച് അംബിക എന്നുള്ളത്. കാരണം അവിടെ ഈ നാമം പറയുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു എന്താ പറയാ, അംബിക എന്നുള്ള നാമത്തിന് ജഗദംബിക എന്നുള്ള ഒരു അർത്ഥത്തിനേക്കാൾ, അതായത് രേകാര ബീജം കൊണ്ട് രണ്ട് ബീജങ്ങളെ യോജിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ശിവശക്തി ബീജമായിരിക്കുന്ന ഏകമായ ബീജം ഉണ്ടാകുന്നത്. അപ്പൊ രാ ബീജത്തിന്റെ പ്രാധാന്യം ഇവിടെ വളരെ വലുതാണ്. കാരണം രേകാരമാണ് ശബ്ദങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. എപ്പോഴൊക്കെയാണോ ഹ്രീം ജപിക്കും അപ്പോഴെല്ലാം സമാധാനവും മംഗളവും ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഏത് ബീജം എടുത്താലും ബിന്ദുവാണ് അതിന്റെ പ്രാധാന്യം. കാരണം ബിന്ദു, അതായത് ആ ഒരു എന്താ പറയുക, സാധാരണ എല്ലാ ബീജങ്ങൾക്കും ബിന്ദു ഉണ്ടാകും. ഉദാഹരണത്തിന് ഹ എന്നുള്ള അക്ഷരം എടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു ഡോട്ട് അഥവാ ബിന്ദു ഇടുമ്പോൾ ഹം എന്നാകും, ഇല്ലേ? ഒരു അക്ഷരം ഒരു ഡോട്ട് ഇടാതെ അക്ഷരമായിട്ട് നിൽക്കുകയാണ്. അപ്പോ എപ്പോ ബിന്ദു ഇടുന്നോ അപ്പൊ അത് ബീജാക്ഷരമായിട്ട് തീരും. അപ്പൊ അക്ഷരത്തിന് മുകളിലാണ് ബിന്ദു വരുന്നത്. അപ്പൊ ബിന്ദു എന്നത് ഒരു ചെറിയ പൊട്ടാണെങ്കിലും ഏറ്റവും ശക്തിയേറിയതാണ്. അപ്പൊ ബിന്ദുവിന്റെ താഴെയുള്ള 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അത് നമ്മൾ ശിവശക്തി സംയോഗമാണ്. അവിടെ നിന്നാണ് 3 പ്രധാനപ്പെട്ട ബ്രഹ്മത്തിന്റെ കർമ്മങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവിടെ ഉടലെടുക്കുകയാണ്. ബിന്ദുവിന്റെ താഴെയുള്ള 3 പ്രധാന ബിന്ദുക്കൾ, അതായത് ആ സബ് ഡിവിഷൻസ്, ബിന്ദു എന്ന ശിവതത്വം, 2 ബീജം എന്ന ശക്തി തത്വം, 3 നാദം എന്ന് പറയുന്ന ശിവശക്തി സംയോഗം. അപ്പൊ ഹായുടെ മുകളില് ബിന്ദുവുള്ള ഹ്രീം എന്നത് ഹം എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ഹം, അതായത് ഹ്രീം. ഇപ്പൊ ഹ്രീം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം 3ഉം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ആ ബിന്ദുവില് ഉണ്ടായത് മുതൽ സട്ടിലായിട്ട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പുറത്തേക്ക് വരുന്നത് വരെ. ആദ്യം പര എന്നുള്ള ശക്തിയായിട്ട് തുടങ്ങി പശ്യന്തി, മധ്യമ എന്നുള്ള തലത്തിലൂടെ പോയി വൈഖരിയായിട്ട് പുറത്തു വരണു. ഈ പുറത്തു വരുന്ന സമയത്ത് അത് 8 തലങ്ങളിലൂടെ ആ ഒരു മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ 5 എണ്ണം ശരിക്കും പറഞ്ഞാൽ 5 ബേസിക് എലിമെന്റ്സ്, പഞ്ചഭൂത തന്മാത്രകളാണ്. അത് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ആ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്നു. ആദ്യം അനാഹതം എന്ന് പറയുന്നുള്ള ആ ഒരു ഹൃദയചക്രത്തിൽ നിന്ന് ആരംഭിച്ച് അതായത് ആ എന്നുള്ള അക്ഷരത്തെ, അവിടെ നിന്നും വിശുദ്ധി ചക്രത്തിൽ യു, നമ്മൾ ഓമിന്റെ പറയണ അകാര ഉകാരം, എന്ന് പറഞ്ഞാൽ എ, ഇംഗ്ലീഷ് ആൽഫബറ്റ് എ, വിശുദ്ധി ചക്രത്തിൽ യു എന്ന് പറയുന്ന ഉകാരത്തോട് ചേർന്ന് അവിടെ നിന്ന് ആ ഒരു പാലറ്റ് ഏരിയയിലൂടെ സഞ്ചരിച്ച് എം എന്ന് പറയുന്ന മകാരത്തിൽ ചേരും. ഇതാണ് ഓമിന്റെ 3 ഭാഗങ്ങൾ. അപ്പൊ 3 കോമ്പണൻസ് ഓഫ് ഓം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു പാലറ്റ് ഏരിയയിൽ നിന്നും വീണ്ടും മുകളിലേക്ക് സഞ്ചരിച്ച് ലലാടത്തിലെത്തി അവിടെ ഒരു കോസ്മിക് എനർജി സ്വീകരിച്ചുകൊണ്ട് സഹസ്രാരത്തിലൂടെ കിട്ടിയ എനർജിയാണിത്. ഇപ്പം വാക്വം അഥവാ ശൂന്യമണ്ഡലത്തിലേക്ക്, കോസ്മിക് വാക്വം എന്നൊക്കെ നമുക്ക് അതിനെ പറയാം, പ്രവേശിച്ച് അവിടെ എനർജി എന്ന ശക്തിയുടെ ചലനങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയാണ്. വീണ്ടും അത് ബ്രഹ്മരന്ധ്രത്തിന് മുകളിൽ തലയോട്ടിയിലൂടെ മുകളിലായി ബ്രഹ്മരന്ധ്രത്തിലൂടെ ഒരു ലിങ്ക് സ്ഥാപിക്കുകയാണ്. ഇപ്പൊ ശൂന്യതയുമായിട്ടാണ് ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ദ ഗ്രേറ്റ് കോസ്മിക് വാക്വം, മഹാശൂന്യത, ഇവിടെയാണ് സൃഷ്ടി നടക്കുന്നത്. ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ട്രാൻസെൻഡന്റൽ എനർജി, ആ ഒരു ലൈഫ് ബിക്കംസ് എക്സിസ്റ്റ് ഔട്ട് ഓഫ് ദ സെൽഫ് ഇല്യൂഷണറി കോസ്മിക് ബ്രില്യൻസ്. അത് പുറത്തു വരികയാണ്. അകത്ത് പല പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ട് പ്രകൃതി ആ ഒരു തത്വത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ബിന്ദുവിനെ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു പൊട്ടാണെന്നൊക്കെ പറയുന്നത്. ഇത് ഉണ്ടായത് ശിവന്റെയും ശക്തിയുടെയും സംയോഗം കൊണ്ടാണ്. ശിവശക്തികളും ഹ്രീം എന്ന ബീജവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ തുടക്കവും ഈ ബിന്ദുവിൽ നിന്നാണ്, തിരിച്ച് ഒടുക്കവും ഈ ബിന്ദുവിലേക്കാണ്. അങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ ധ്യാനിക്കേണ്ടതെന്ന് പറയാറുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഗുരുവിനെ ധ്യാനിക്കേണ്ടത് പാതുക പഞ്ചുകം പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ബ്രഹ്മരന്ധ്രത്തോട് കൂടിയതും 1000 ഇതളുകളുമുള്ള ഒരു താമരപ്പൂവിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നതുമായിട്ടുള്ള ശുഭ്ര വർണ്ണവും വളരെ വിശേഷപ്പെട്ട കുണ്ടലിനി ശക്തിയുടെ ചിത്രിണി നാടിയാകുന്ന തണ്ടോട് കൂടിയതും ദ്വാദശാക്ഷര സ്വരൂപമായിരിക്കുന്ന താമരപ്പൂവിനെ ധ്യാനിക്കണം. ഈ 1000 ഇതളുകളുള്ള താമരപ്പൂവിന്റെ അഥവാ ആ ഒരു ശിരോപത്മത്തിലെ ഏറ്റവും ഉയർന്ന അറ്റമാണ് ബ്രഹ്മരന്ധ്രം. അപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് ആ ഒരു മന്ത്രത്തില് നമ്മള് സഹക്ഷമല വരിയും എന്നൊക്കെ നമ്മൾ പറയും. കാരണം ഹസ്ക ഫ്രെയിം എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയാ, നമുക്ക് പരമ്പരയിലുള്ള, അതായത് ഏതെങ്കിലും ഗുരു മന്ത്രം സ്വീകരിച്ചവർക്കറിയാം. സ ഹ ഖ ഹ്രോം എന്ന് പറയുന്ന ആ ഒരു മന്ത്രാത്മകങ്ങളായിരിക്കുന്ന ദ്വാദശാക്ഷരങ്ങള് ഇവിടെയാണ് ഉള്ളത്. ഈ ഓരോ ഇതളിലും ഓരോ അക്ഷരങ്ങളായതുകൊണ്ട് ഈ താമര 12 ഇതളുകൾ ഉള്ളതായിട്ട് പറയണു. ഈ ഒരു സഹസ്രദള ദ്വാദശ പത്മങ്ങളുടെ കർണികാ സ്ഥാനത്ത് ആ മുതൽ വിസർഗം വരെ, അതായത് വിസർഗവും കാ മുതൽ താവരയും ധാ മുതൽ സാവരയുമുള്ള വർണ്ണങ്ങളെ കൊണ്ട് ഭംഗിയുള്ള ഒരു രേഖ ഉണ്ടാക്കിയിരിക്കുന്നുവെന്നും ആ ത്രികോണത്തിന്റെ 3 ഭാഗങ്ങളെ ആയിട്ട് ഹ ല ക്ഷ എന്നീ വർണ്ണങ്ങളുടെ രൂപത്തില് കാമകല രൂപിയായിരിക്കുന്ന ശക്തി വിരാജിക്കുന്നു. ആ മുതൽ വിസർഗം വരെയുള്ള 16 വർണ്ണങ്ങൾ കൊണ്ട് വാമരേഖയും കാ മുതൽ താ വരെയുള്ള 16 വർണ്ണങ്ങൾ കൊണ്ട് ജ്യേഷ്ഠരേഖയും ധാ മുതൽ സാ വരെയുള്ള 16 അക്ഷരങ്ങളെ കൊണ്ട് രൗദ്രി രേഖയും, ഇങ്ങനെയാണ് അക്കഥാ ത്രികോണം എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി. അപ്പൊ നേരെ മുൻപിലും ഇടതും വലത്തും ഹ ല ക്ഷ എന്ന് എഴുതിയിരിക്കും. ഈ 3 ബിന്ദുക്കളിൽ നിന്നുണ്ടായി വന്നതാണ് ത്രിശക്തി സ്വരൂപമായിരിക്കുന്ന വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 3 രേഖകൾ അടങ്ങിയ ത്രികോണത്തെയാണ് നമ്മൾ കാമകല എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രികോണങ്ങളുടെ മധ്യത്തിലായി പാടലവർണ്ണവും ബോധസ്വരൂപമായിരിക്കുന്ന നാദബിന്ദുക്കളോട് കൂടിയ പത്മപീഠ മണ്ഡലത്തെ ഹൃദയത്തിൽ ധ്യാനിക്കണം. നാദം ശുക്ലവർണം, ബിന്ദു രക്തവർണം, മണി പീഠമണ്ഡലം പാടലവർണം. അപ്പൊ താഴെ നാദം മുകളിലും ബിന്ദു നടുവിലായും മണിപീഠ മണ്ഡലം. ഇങ്ങനെയാണ് ശരിക്കും ധ്യാനക്രമം. ഈ മണിപീഠ മണ്ഡലത്തിന് മുകളിലായിട്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു ബിന്ദുരേഖ, ആ ചന്ദ്രബിന്ദുരേഖ, ആ വന്നി ബിന്ദുരേഖ കഴിഞ്ഞ് ചന്ദ്രബിന്ദുരേഖ സൂര്യബിന്ദുരേഖയോട് കൂടിയതും വിശ്വം മുഴുവൻ ദഹിപ്പിക്കാനുള്ള മഹാപ്രകാശത്താല് ആ ഘോരതരവുമായിരിക്കുന്ന ആദി ഹംസങ്ങളുടെ ആ ഒരു ഇണകളെ നമ്മൾ ധ്യാനിക്കണം. ഹംസമിഥുനങ്ങളെ ഇല്ലേ. ഇപ്പൊ പ്രകൃതി പുരുഷന്മാര് തന്നെയാണ് ആ ഒരു തന്ത്രത്തിലെ ഹംസമിഥുനങ്ങളായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഗുരു ദമ്പതികളുടെ പാദങ്ങളെ അനുസ്മരിക്കുന്നത് മാത്രമുണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ ഈ സ്മരണ കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും ഇല്ലാതായിട്ട് തീരും. അപ്പോ ദേവിയുടെ ഈ ഒരു ഹ്രീംകാരം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലമാണ്. അവിടെ നിന്നാണ് നമുക്ക് എന്താ പറയാ, പൂർണ്ണ പുരുഷാർത്ഥപ്രദ, പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബിക. അപ്പൊ അംബിക എന്ന് പറഞ്ഞ നാമമാണ് നമ്മൾ കണ്ടത്. അവിടെ ഇത്രയും പറയാൻ കാരണം അനാദിനിധന, അടുത്ത നാമം അതുമായിട്ട് ചേർന്ന് വരികയാണ്. കാരണം അനാദിനിധന എന്ന് പറഞ്ഞാൽ ആദിനിധന, ആദിയും അന്തവും ഇല്ലാത്തവൾ. അപ്പൊ നമ്മൾ ഈ സൃഷ്ടിയിലോട്ട് വരുമ്പോൾ ആ ഒരു ഹ്രീംകാരത്തിലൂടെ, ശക്തി പ്രണവത്തിലൂടെ, ഓംകാരത്തിൽ നിന്ന് ഹ്രീംകാരവും ഹ്രീംകാരത്തിൽ നിന്ന് മറ്റുള്ള എല്ലാ മാതൃകാക്ഷരങ്ങളും വന്നു എന്നാണ്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്ന 16 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളും കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഈ നാദപ്രപഞ്ചം, നാദത്തിൽ നിന്ന് ആദ്യം നാദമുണ്ടായി, അതിൽ നിന്ന് രൂപമുണ്ടായി. അപ്പൊ ഈ പക്ഷെ ദേവിയോ അനാദിനിധന, ആദിയും അന്തവും ഇല്ലാത്ത, നിധനം എന്ന് പറഞ്ഞാൽ അന്ത്യം, അൻ എന്ന് പറഞ്ഞാൽ വിപരീതാർത്ഥത്തെ സൂചിപ്പിക്കണം. അപ്പം ആദിയും അന്തവും ഇല്ലാത്തവൾ. അപ്പോ ആ ജനനവും മരണവും ഇല്ലാത്തവൾ നടക്കാൻ, ജനനവും മരണവും ഇല്ലാത്തത്. അപ്പൊ ഒരു വ്യക്തിയെ ഇവിടെ പറയാൻ പറ്റില്ല. ആദി ജനനവും തുടക്കവും, നിധനം എന്ന് പറഞ്ഞാൽ മരണം, ഇല്ലാത്തവൾ, ഇത് രണ്ടും ഇല്ലാത്തവൾ. അപ്പൊ ആദി നിധനങ്ങൾ എന്ന പദം ആ ഒരു അമൃതത്വ വിഖ്യാതികളായിരിക്കുന്ന ആ ഒരു 80 വിധം മരണസാധനകളെ കുറിക്കുന്നുവെന്നും അവയില്ലാത്തവൾ എന്ന അർത്ഥത്തില് അനാദിനിധന എന്നുള്ള നാമം നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കണം. കാരണം ഈ ദേവി ഉപാസകരെ മരണസാധനകൾ ബോധിക്കുന്നില്ല എന്ന് വ്യംഗ്യം. കാരണം ത്രിമൂർത്തികള്, അത് അവരുടെ അവതാരങ്ങള് പല ദേവി ദേവന്മാര് തുടങ്ങി ആസുരികമായിരിക്കുന്ന ശക്തികൾ ഉള്ളവരെ മനുഷ്യർ പൂജിക്കാറുണ്ട്. ഈ പൂജകൾക്കെല്ലാം ഒരു കണക്കിന് ശുദ്ധവിദ്യാ സ്വരൂപമായിരിക്കുന്ന ചിച്ഛക്തി
ചിക്ശക്തി തന്നെയാണ് വന്നെത്തുന്നത്. അപ്പൊ എങ്കിലും സങ്കല്പഭേദം കൊണ്ടും കർമ്മഭേദം കൊണ്ടും പൂജാഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ബ്രഹ്മനിശ്ചയം അനുസരിച്ച് ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ പൂജകൾ കൊണ്ട് മിക്കവാറും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഒരു പൊതു നിയമത്തിന് അപവാദമായിട്ടാണ് ലളിതാംബികയെ ഉപാസിക്കല്. ശരിക്കും പറഞ്ഞ ആയുസ് നീട്ടിക്കിട്ടാൻ സഹായിക്കുന്ന ഉപാസന ലളിതാംബികയെ കുറിച്ചുള്ളത് മാത്രമാണ്. ദൈർഘ്യവും ശ്വാസത മുക്തിയും ദേവിയുടെ ഉപാസകർക്കുണ്ടാകുമെന്ന് ഈ ഒരു നാമം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട, ആരുടെയും ആയുസ് കൂട്ടാൻ പറ്റില്ല അല്ലേ? അപ്പൊ എല്ലാത്തിനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സമയമുണ്ട്. എത്ര കാലം ജീവിക്കണം, എപ്പ വരണം, എത്ര കാലം ജീവിക്കണം, എപ്പ തിരിച്ചു പോക്കുണ്ടെന്നുള്ളതിനെല്ലാം. അപ്പൊ അത് ഈ ഒരൊറ്റ നാമം കൊണ്ട് ദേവി എന്ന് പറഞ്ഞ, അപ്പൊ നമ്മൾ വരുന്നത് എവിടുന്നാ? അനാദിനിധനയായിരിക്കുന്ന തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ദേവി എന്ന് പറയുമ്പോ എന്താ? നമ്മൾ വരുന്നത് അവിടുന്ന് തന്നെയാണ്, നിലനിൽക്കുന്നത് ദേവിയിലാണ്, തിരിച്ചു പോകുന്നതും അമ്മയിലാണ് അല്ലെ? പിന്നെ നമുക്ക് എവിടെയാണ് കുറച്ചു സമയത്തേക്ക് ഒരു പ്രകടമായിരിക്കുന്ന രൂപം കിട്ടുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മൾ വരുന്നത് അമ്മയിൽ നിന്ന്, നിൽക്കുന്നത് അമ്മയില്, തിരിച്ചു പോകുന്നു. ഈ സത്യത്തെ ദേവി ഉപാസകരെ മനസ്സിലാക്കിക്കൊണ്ടാണ് അമ്മയ്ക്ക് ഈ നാമത്തെ നമ്മൾ ജപിക്കേണ്ടത്. കാരണം എന്താ പറയാ, അനാദിനിധന അല്ലെ, ജനനവും മരണവും ഇല്ലാത്തവൾ, എന്നും നിത്യമായിട്ടിരിക്കുന്നവൾ. അപ്പൊ അടുത്ത നാമത്തിൽ തന്നെ പറയുന്നുണ്ട് ഹരി ബ്രഹ്മേന്ദ്ര സേവിത. അപ്പൊ അങ്ങനെയുള്ള ആ ഒരാളിനെയാണ് ഹരി ബ്രഹ്മേന്ദ്ര സേവിത, ഹരി ബ്രഹ്മ ഇന്ദ്ര സേവിത. അപ്പൊ ഹരി ബ്രഹ്മ ഇന്ദ്രൻ എന്നീ ശക്തികളാൽ സേവിക്കപ്പെടുന്നവൾ. ഇവിടെ ഹരി പാലന ശക്തിയാണ്. ഇപ്പൊ ബ്രഹ്മ എന്ന് പറയുന്ന സൃഷ്ടിശക്തി, ഇന്ദ്രൻ എന്ന് പറയുന്നത് ആത്മാവ് അല്ലെ, ആത്മബലം. അപ്പോ ആ ഒരു ഹരി എന്ന് പറയുന്ന വിഷ്ണുവും ബ്രഹ്മാവ് ഇന്ദ്രൻ എന്നിവരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോ ആ ഒരു ലളിത ഉപാഖ്യാനത്തിൽ പറയുന്നു, ത്രിപുര വർണ്ണനയിലെ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രാദി ലോകപാലകരും ഓരോ പ്രകാരത്തില് ദേവിയെ ഉപാസിച്ച് വസിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ദേവിയെ ആ ഒരു എന്താ പറയാ, മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നിരാജിത പദ, സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. ഇവര് വന്ന് നമസ്കരിച്ച് കിടക്കുകയാണ്, ഇവരെല്ലാം അമ്മയുടെ പാദത്തില്. ഇവരുടെ ആ കിരീടത്തിൽ നിന്നുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് അമ്മയുടെ പാദങ്ങൾ ഇങ്ങനെ ഉജ്ജ്വലിക്കുകയാണ്. അപ്പൊ നമ്മള് പഞ്ചപ്രേത മഞ്ചത്തിലൊക്കെ കണ്ടു അല്ലേ, ദേവിയുടെ മഞ്ചത്തിന്റെ കാലുകളായിട്ട് അവരെല്ലാം പ്രേതങ്ങളായിട്ടിരിക്കണു. ബ്രഹ്മങ്ങളായിട്ട് തീരണമെങ്കിൽ ദേവിയുടെ ശക്തി വന്നപ്പോൾ മാത്രമാണ് അവർ ബ്രഹ്മങ്ങളായിട്ട് തീരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പഞ്ചകൃത്യങ്ങളും പഞ്ചബ്രഹ്മ സ്വരൂപങ്ങൾക്കും എല്ലാം ശക്തി കൊടുക്കുന്നവളാണ് ദേവി. അപ്പൊ ഹരിബ്രഹ്മേന്ദ്ര സേവിത. ആ ദേവി ആരാണ്? നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹ്രീംകാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത. അപ്പൊ നമ്മള് അടുത്ത നാമം നാരായണി. നാരം പ്ലസ് അയനി. നാരം എന്ന് പറഞ്ഞാല് ജീവജാലങ്ങള്, പ്രത്യേകിച്ച് മനുഷ്യര്. അയനം എന്ന് പറഞ്ഞാൽ ഗതി. അപ്പൊ ജീവജാലങ്ങളുടെ ഗതിയായിട്ടിരിക്കുന്നവൾ നാരായണി എന്ന് പറയുന്നത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള, ഒരുപാട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ദേവിയുടെ ഈ നാരായണന്റെ അല്ലെ, നാരായണൻ ആരാണ്? നാരായണ ശബ്ദം മുക്തി ശബ്ദമാണ് അല്ലെ. നാരായണി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് നമ്മൾ സാധാരണ ചോറ്റാനിക്കര അമ്മ ആണ് പറയുന്നത്. അവിടെ വിഷ്ണു രൂപിണിയാണ് അമ്മ അല്ലെ. അമ്മേ നാരായണി എന്ന് പറയുന്ന ആ ഒരു നാമം പൂർണ്ണമാണ്. കാരണം എന്താ? നാരായണ രൂപം ധരിച്ചവൾ, പരിപാലനത്തിന് ഉത്സുകയായിട്ടിരിക്കുന്നവൾ, നാരായണന്റെ സ്ത്രീ. അതായത് നാരായണ എന്ന പദത്തിന് ശിവൻ എന്നും വിഷ്ണു എന്നും അർത്ഥം എടുക്കണം അല്ലെ. ആപോ നാര ഇതി പ്രോക്ത ആപോ വൈ നര സൂനവ അയനം തസ്യദാ യസ്മാത്തെ നാരായണ സ്മൃത എന്ന് മനുസ്മൃതിയില് നാരായണ പദത്തിന് വ്യുൽപ്പത്തി കൽപ്പിക്കുന്നുണ്ട്. വിഷ്ണു, ശിവൻ എന്നിവയില് ഏതർത്ഥം സ്വീകരിച്ചാലും അതിൽ നിന്ന് അഭേദത്വം കൊണ്ട് ആ ലക്ഷ്മി, പാർവതി എന്നീ അർത്ഥങ്ങളിലും ദേവി നാരായണി എന്നുള്ള നാമം അതായത് അർഹിക്കുന്നുണ്ടോ എന്ന് പറയാറുണ്ട്. നമുക്ക് ശിവനെന്നും എടുക്കാം, വിഷ്ണു എന്നും എടുക്കാം. ദേവി മാഹാത്മ്യത്തില് ആ ഒരു ഏകാദശ അധ്യായത്തിലുള്ള പ്രസിദ്ധമായ ദേവി സ്തോത്രത്തില് 16 ശ്ലോകങ്ങൾ നമുക്കറിയാം. നാരായണി സ്തുതി എന്നാ പറയുന്നത്. അപ്പൊ നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ എന്ന് അവസാനിക്കുന്നത് കൊണ്ടാണ് അതിന് ആ ദേവി മഹാത്മ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ അധ്യായം എന്ന് പറയുന്നത് ഏകാദശ, അതായത് 11ാം അധ്യായമാണ്. അപ്പൊ സർവമംഗള മംഗല്യേ ശിവേ സർവ അർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത് മന്ത്രഭൂതമായിരിക്കുന്ന ശ്ലോകമാണ്.
അല്ലേ? അപ്പൊ നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, വിഷ്ണുവിന്റെ സഹോദരി നാരായണി എന്ന് വ്യാഖ്യാനം എടുക്കാം. പത്മനാഭ സഹോദരി എന്നുള്ള 280 നാമം നമ്മൾ കണ്ടു. കാരണം ഇപ്പൊ നാരായണി സഹചരായ നമശിവായ എന്ന പ്രയോഗത്തിൽ നാരായണി പാർവതിയാണ്, വിഷ്ണു രൂപിണിയാണ്. ഇപ്പൊ നമ്മൾ 267 നാമത്തിൽ ദേവി അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. വിഷ്ണുവിൽ നിന്ന് അഭിന്നയായതുകൊണ്ട് നാരായണീ ശബ്ദം യോജിക്കുന്നുണ്ട്, അല്ലേ? അഹം നാരായണോ ഗൗരി ജഗന്മാതാ സനാതനി വിഭജ്യ സംസ്ഥിതാ ദേവ സ്വാത്മാനം പരമേശ്വര നമേ വിദ്രു പരം തത്വം ദേവാന്യ ന മഹർഷയ ഏകോഹം വേദവിശ്വാത്മാ ഭവാനി വിഷ്ണുരേവച. കൂർമ്മപുരാണം പറയുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഏത് രൂപത്തിൽ വേണമെങ്കിലും അമ്മയെ എടുക്കാം, അല്ലേ? അപ്പൊ നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൾ. ഈ നാരായണിയായിരിക്കുന്ന ദേവി എന്താണ്? നാദരൂപ, ശബ്ദസ്വരൂപിണിയാണ്. നാദരൂപ എന്ന് പറഞ്ഞാല് ശബ്ദത്തിന്റെ, അതായത് പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ നാദങ്ങൾക്ക് വിധായിനിയായിട്ടിരിക്കുന്നവൾ. പര എന്ന് പറയുന്ന ആത്മാവിൽ ഉണ്ടാകുന്ന ഇച്ഛയാണ്. പശ്യന്തി വാണി എന്ന് പറഞ്ഞ തലച്ചോറിൽ ഉണ്ടാകുന്ന അതിസൂക്ഷ്മ സ്പന്ദനത്തെയാണ് പറയുന്നത്. മധ്യമ എന്ന് പറയുമ്പോൾ നാഡീ വ്യൂഹത്തിൽ ഉണ്ടാകുന്ന സ്പന്ദനമാണ്. വൈഖരി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന കേൾക്കാവുന്ന വാണി, അല്ലെ? ശബ്ദം. അപ്പൊ ദേവിയുടെ ഈ 4 രൂപവും അമ്മ തന്നെയാണ്. ഇവിടെ താന്ത്രികമായിട്ട് മറ്റൊരു അർത്ഥം എടുക്കുകയാണെങ്കിൽ ശബ്ദത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബിന്ദുവാണ്. ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ഉറവിടം. അതിന് മുകളിൽ 8 വർണ്ണങ്ങൾ ഉണ്ടെന്ന് പറയണു. ഇതിനെയാണ് നമ്മൾ നിശബ്ദ ദേശം എന്ന് പറയുന്നത്. അത് ഉന്മനി, ശമനി, വ്യാപിക, ശക്തി, നാദാന്തം, നാദം, രോധിനി, അർത്ഥചന്ദ്രം. അപ്പോ ബിന്ദു എന്ന് പറഞ്ഞാല് ബിന്ദു എപ്പോഴും സൂക്ഷ്മമാണ്. ഉന്മനി എന്ന് പറയുന്നത് സ്ഥൂലമാണ്, അത് പ്രകടമാണ്. അപ്പോ ബാക്കിയുള്ളവയെല്ലാം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കുള്ള പടികളാണ്. അപ്പൊ ഇതില് മൂന്നാമത്തേത് നാദം, അവിടെ മുതൽ ശബ്ദം പ്രകടമായിട്ട് തുടങ്ങുന്നു. അപ്പോ ദേവിക്ക് നാദരൂപ, കാരണം നാദസ്വരൂപിണി ശങ്കരി പാഹിമ എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലേ. ശബ്ദം എല്ലാം അമ്മയാണ്. കാരണം നാദം സ്വരൂപമായിട്ടിരിക്കുന്നവൾ, അതായത് ചലനത്തിന്റെ ഫലമായിട്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്, അല്ലെ? ഇപ്പൊ പ്രപഞ്ചത്തിലെ ബ്രഹ്മാണ്ടങ്ങളുടെ ചലനം, ബ്രഹ്മാണ്ടങ്ങളിൽ അന്തർഭൂതമായിരിക്കുന്ന പൃഥ്വി തുടങ്ങിയ ഗോളങ്ങളുടെ ആ ഒരു ചലനം, ഓരോ ഗോളങ്ങളിലും ചരങ്ങളും അചരങ്ങളുമായിരിക്കുന്ന വസ്തുക്കളുടെ ചലനം, ഓരോ ജീവിയിലും ശരീര അവയവങ്ങളുടെയും ആ ഒരു ഉച്ചരണ അവയവങ്ങളുടെ, നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന് തന്നെ ശബ്ദമുണ്ട്, അല്ലെ? ഹംസ സോഹം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഉച്ചരിക്കുമ്പോ അതിന്റെ നമ്മുടെ വാക്കുകളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന ചലനം, ഇവയെല്ലാം തന്നെ നാദോൽപത്തിക്ക് കാരണമായിട്ട് പറയണുണ്ട്. ഇപ്പൊ കാരണഭേദവും ആ ഒരു കരണഭേദവും കൊണ്ട് നാദങ്ങൾ പല വകയായിട്ടുണ്ട്. അവയെല്ലാം തന്നെ പ്രപഞ്ചമാതാവായിരിക്കുന്ന ദേവിയുടെ രൂപമാണ്. ഈ നാമം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഹ്രീം തുടങ്ങിയ പല ബീജാക്ഷരങ്ങളിലെ ബിന്ദുവിന് മേൽ സൂക്ഷ്മമായും സൂക്ഷ്മതരമായിട്ടും സൂക്ഷ്മതമമായിട്ടും വർത്തിക്കുന്ന 8 വർണ്ണങ്ങളുണ്ടോ എന്ന് പറയുന്നു. ഇതില് മൂന്നാമത്തതിന് നാദം എന്ന് പേര്. ആ നാദം രൂപമായിട്ടുള്ളവൾ, ഇതാണ് ശരിക്കും അതിന്റെ മന്ത്രപരമായിരിക്കുന്ന അർത്ഥം. അപ്പൊ നാദ രൂപിണിയായിട്ടിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അടുത്തതോ നാമരൂപ വിവർജിത. അപ്പൊ ആ ഒരു നാമരൂപങ്ങൾ നാമ പ്ലസ് രൂപ പ്ലസ് വിവർജിത. അപ്പൊ പ്രപഞ്ചത്തിലെ നാമങ്ങളും രൂപങ്ങളും ഒന്നും ബാധിക്കാത്തവൾ, അതിനപ്പുറം നിൽക്കുന്നവൾ. ഇപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നാമരൂപങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ദേവി ത്രിഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നാമരൂപങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇതിന് അപ്പുറം ഒന്നുമില്ലായിരുന്നു, മഹാശൂന്യതയാണ്, അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ നാമവും രൂപവും ഇല്ലാത്തവളായിരുന്ന ദേവി ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി നാമരൂപങ്ങൾ സ്വീകരിച്ചു വന്നു. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആശയത്തെയോ കുറിക്കുന്ന പദമാണ് നാമം. നമ്മൾ നാമരൂപങ്ങൾ, ഒരു നാമത്തിന് രൂപമുണ്ടാകും, ഇല്ലേ? ആകൃതിയോ രൂപമോ ഇന്നത് ഏതാണെന്ന് നമുക്ക് ആ ഒരു വ്യവച്ഛേദിക്കാനാകാത്തതിന് നമ്മൾ രൂപവും നാമവും കൽപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകണം, അല്ലേ? ഇപ്പൊ നാമം പറയുമ്പോൾ രൂപം, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു നാമം പറഞ്ഞാൽ നമുക്കതിന് രൂപം എടുക്കാൻ പറ്റില്ല. അപ്പൊ നാമരൂപങ്ങൾ എപ്പോഴും എന്താണ്? നമുക്ക്
നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, ഒരിക്കൽ കണ്ടിട്ടുള്ളതായിരിക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ലളിതാംബികയുടെ 1000 നാമങ്ങളാണ്. കാരണം അവയിൽ ഓരോന്നും ദേവിയുടെ ഗുണവിശേഷങ്ങളുടെ അല്പമാത്ര സ്ഫുരണങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ജഗദംബികയെ സമഗ്രമായിട്ട് അവതരിപ്പിക്കാൻ ഒരു നാമത്തിനും കഴിവില്ല. ഈ സഹസ്രനാമത്തിൽ തന്നെ ദേവിയുടെ സ്ഥൂലവും സൂക്ഷ്മവും തമവുമായിട്ടുള്ള രൂപങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വർണ്ണനകള് ദേവിയുടെ രൂപത്തെ ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ ദേവി സ്വീകരിച്ച ചില രൂപങ്ങളെ പറ്റി അല്പം ചില സൂചനകൾ നൽകാനേ നമ്മ ഈ വർണ്ണനകൾ കൊണ്ട് ഉപകരിക്കുന്നുള്ളൂ. അപ്പൊ നാമവും രൂപവും ഇല്ലാത്തവളാണ് ദേവി. ആ ഒരു സാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ നാമവും രൂപവും ആ ഒരു ജഗത്തില് ഉൾപ്പെടുന്ന ഒരു മിഥ്യ മാത്രമാണ്. നമ്മൾ വിചാരിക്കണു നാമരൂപങ്ങളെല്ലാം സത്യമാണെന്നല്ലേ. എന്താ പറയാ, ലളിതാ സഹസ്രനാമം പറയണു നാമരൂപങ്ങളെല്ലാം താൽക്കാലികമാണ്, വന്ന് നിലനിന്ന് ഇല്ലാതായിട്ട് തീരുന്നതാണ്. യഥാർത്ഥമായിട്ട് അമ്മ ആരാണ്? നാമരൂപങ്ങൾക്ക് അപ്പുറത്തുള്ള ദേവിയാണ്, അപ്പുറത്തുള്ള ശക്തിയാണ് അല്ലെ. അപ്പൊ പൂർണ്ണമായിട്ട് ശക്തിഹീനനായിരിക്കുന്ന ശവത്തെ പോലെ കിടക്കുന്ന ആ പൂർണ്ണ എനർജിയില് ആദ്യത്തെ ആഗ്രഹമാകുന്ന ഇച്ഛയെ ഉണ്ടാക്കി അറിവിലൂടെ എന്തുണ്ടാക്കണം, എന്ത് സൃഷ്ടിക്കണമെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ട് ജ്ഞാനശക്തിയായിട്ട് ക്രിയാശക്തിയായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ഓംകാരിയായിരിക്കുന്ന ദേവി പ്രേംകാരിയായിട്ട് അല്ലെ, ആ ഒരു നാമരൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗുണത്രയ വിഭാഗിനിയായിട്ട് പുറത്തേക്ക് വന്ന് ഈ നാമരൂപം ഈ പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ പഞ്ചബ്രഹ്മങ്ങളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് അവയായി തന്നെ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി അതിലൂടെ എല്ലാം സന്തോഷിച്ച് അവയെല്ലാം തന്നിൽ തിരിച്ചു ലയിപ്പിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ? സർവം ശക്തിമയം ജഗത്. ഇവിടെ അമ്മയല്ലാതെ ഒന്നുമില്ല ഇല്ലേ. നാമരൂപ വിവർജിത, നാമരൂപങ്ങളെല്ലാം എന്താ? താൽക്കാലികമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജഗത് മിഥ്യ അല്ലെ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയാൻ കാരണം ജഗത്ത് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു കളി മാത്രമാണ്, ഒരു സ്റ്റേജിലെ നാടകം മാത്രമാണ് അല്ലെ. കർട്ടൻ ഇട്ട് കഴിഞ്ഞാല് നാമരൂപങ്ങൾ അവിടെ ഒന്നുമില്ല, രൂപങ്ങളൊന്നുമില്ല. മഹാപ്രളയം കഴിഞ്ഞിട്ട് മഹാതാണ്ഡവ സാക്ഷിണിയായിരിക്കുന്ന ദേവി മഹാശൂന്യതയും കണ്ടവളാണ്. അപ്പൊ ആ അമ്മ നാമരൂപങ്ങളില്ലാത്ത ദേവി തന്നെയാണ്. എന്താണ്? ഹ്രീംകാരിയായിട്ടും ഹ്രീമതിയായിട്ടും ഹൃദ്യയായിട്ടും ഹേയോപാധയ വർജിതയായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത നാമം ഹ്രീംകാരി, ഹ്രീം പ്ലസ് കാരി. അപ്പൊ ഹ്രീം എന്ന ബീജാക്ഷരത്തിന്റെ അധിപയായിട്ടിരിക്കുന്നവൾ, ഹ്രീം എന്ന് പറയുന്ന മായാബീജം, പ്രകൃതി അല്ലെ. അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ മാറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ബിംബം, അതിന്റെ പ്രതിബിംബമാണ് മായാബീജം എന്ന് പറയുന്ന ഹ്രീംകാരം. അപ്പൊ നമ്മൾ ഹ്രീംകാരത്തെ കുറിച്ച് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി അല്ലേ. ഹ്രീം എന്താണ്? അപ്പോ ഹ്രീം എന്ന ബീജാക്ഷരം രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ആ ഭുവനേശ്വരി ബീജമായിരിക്കുന്ന ഹ്രീം എന്ന ബീജാക്ഷരം സൃഷ്ടി സ്ഥിതി സംഹാര ശക്തികൾ ഉൾക്കൊള്ളുന്നു. ഈ ബീജാക്ഷരത്തിന്റെ വ്യാഖ്യാനം നമ്മൾ കൂടുതലും മന്ത്രപരമാണ്. അത് കൂടുതലും ഗുരുമുഖത്ത് നിന്ന് അറിയണം. ഹ്രീം എന്ന പദത്തിന് ലജ്ജ, ഇല്ലെങ്കിൽ ലജ്ജ ചെയ്യുന്നവൾ, ഹ്രീംകാരി എന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പോ എന്താ പറയാ, അപ്പൊ ആ ഒരു നമ്മള് ഹ്രീമിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഗുരു ദമ്പതികളായിട്ട് ശിവശക്തികൾ നമ്മുടെ ശിരസില് ഗുരു ദമ്പതികളായിട്ട് ആ ഒരു പാദങ്ങളെ സ്മരിക്കുമ്പോ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഹംസമിഥുനങ്ങളായിട്ട് നമ്മുടെ സഹസ്രാരത്തിൽ അവരെ വന്ദിക്കുമ്പോൾ, ശിവശക്തികളെ വന്ദിക്കുമ്പോൾ, സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു, പരാത്പര ഗുരു എന്ന് പറഞ്ഞ് നമ്മള് ഗുരുപരമ്പരയിലൂടെ എത്തിച്ചേരുന്നത് ആദ്യ ഗുരുക്കന്മാരായിരിക്കുന്ന ശിവശക്തികളിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു ഹംസ ശിവ സോഹം എന്ന് പറയുന്ന ആ തത്വത്തിലേക്ക് നമ്മൾ എത്താനാണ് ഗുരുക്കന്മാര്, നമ്മുടെ സ്വഗുരു മുതലുള്ളവർ വന്നിരിക്കുന്നത്. ആ ഒരു ആദിരൂപമായിരിക്കുന്ന ശിവശക്തികളുടെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഏകമായിരിക്കുന്ന സത്യത്തെ, നമ്മുടെ ആത്മാവായിരിക്കുന്ന ശിവശക്തികളെ അറിയാൻ സാധിക്കും. അപ്പോ ആ ഒരു ഹ്രീംകാര സ്വരൂപിണിയായിരിക്കുന്ന ദേവി എന്താണ്? ഹ്രീം മതിയാണ്, ലജ്ജയുള്ളവൾ. ശരിക്കും പറഞ്ഞാല് ലജ്ജാമതി, ആ ഒരു ലജ്ജാവതി എന്ന് പറയാറുണ്ട്. ദേവി നാമസ്തോത്രത്തിൽ തന്നെ പറയാറുണ്ട്. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ദേവി മഹാത്മ്യത്തില് നാരായണ സ്തുതിയില് ദേവിക്ക് ആ ഒരു ഹ്രീം മതി, ഹ്രീം ലജ്ജാ സ്വരൂപിണി എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. അപ്പോ ആ ഒരു ജീവജാലങ്ങളില് ലജ്ജയെ നൽകുന്നവൾ. അപ്പൊ എന്താണ് ലജ്ജ? നമുക്ക് എന്തിനാണ് ലജ്ജ വേണ്ടത്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ലജ്ജിക്കണം അല്ലേ.
കാരണം ഹ്രീം എന്നാല് ശരിക്കും പറഞ്ഞാൽ മോഡസ്റ്റി അഥവാ ഹ്യൂമിലിറ്റി അല്ലെ, ദ ക്വാളിറ്റി ഓഫ് നോട്ട് ബീയിങ് ടു പ്രൗഡ് അല്ലെ. നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം നമ്മളിൽ, നമ്മുടെ ആ ഒരു എബിലിറ്റീസിൽ, കഴിവുകളിൽ. പക്ഷേ എന്താ പറയാ, എല്ലാ ഗുണങ്ങളും തികഞ്ഞാലും ആ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ നമ്മൾ വിനയം എന്നൊരു ഗുണം, ആ വിനയം വരുമ്പോഴെപ്പോഴാ നമ്മൾ ഒന്നും അല്ല എന്നുള്ള ഒരു ചിന്തയില് ഇല്ലേ നമ്മുടെ തല കുനിയണം. നമ്മൾ എന്താ പറയാ, നമുക്ക് വൃക്ഷങ്ങള് പറയാറുണ്ട് അത് ഫലം കിട്ടുമ്പോ അവ കുനിയുന്നു എന്ന്. എന്തുകൊണ്ടാ? ഭാരം വരുമ്പോഴാണ് കുനിയുന്നത് അല്ലെ. എന്താണ് ഭാരം? അറിവ് ഭാരമാണോ? അല്ല. അറിവ് കൊണ്ട് നമ്മള് ആ ഒരു ഹ്യൂമിലിറ്റി നമ്മൾ മനുഷ്യനിൽ ഉണ്ടാകുന്നു. നമ്മൾ ഒന്നും അല്ല എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ എന്തോ ആണ് നമ്മുടെ ശരീരം കൊണ്ട് അല്ലെ, നമ്മുടെ സ്വത്ത് കൊണ്ട്, നമ്മുടെ എന്താ പറയുക കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ എന്തോ വലിയ ആളാണ്, എന്റെ ശരീരം കൊണ്ട് ഞാൻ ഇന്നതാണ് എന്നൊക്കെ ശരീരബന്ധിയായിരിക്കുന്ന ചിന്തകളാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊരു കോൺഫിഡന്റ് ആണ് നമ്മളിലെങ്കിൽ നമ്മൾക്ക് എന്താ വേണ്ടത്? അവർക്ക് ഈശ്വര ചിന്ത നന്നായിട്ട് ഉറച്ചവരായിരിക്കും. നമ്മളിൽ വിശ്വാസം വരണമെങ്കിൽ എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരിയിൽ വിശ്വാസം വേണം. ഇപ്പൊ വേദങ്ങള് ദേവി എല്ലാ ഗുണങ്ങളും ചേർന്ന സ്വരൂപമായിട്ടാണ് കാണുന്നത്. എളിമ, തൃപ്തി, അനുഗ്രഹം, പോഷണം എല്ലാം മായയുടെ സ്വരൂപങ്ങളായിട്ട് കാണണം. അപ്പൊ ദേവി ആ ഒരു മായ അഥവാ ഇല്യൂഷണറി ഫോം ആണ് ഈ നാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം മാത്രമല്ല ദേവിയുടെ മോഡസ്റ്റി, അതായത് വലിയ ആർഭാടമായിട്ട് പുറത്ത് കാണിക്കുന്ന പൂജകളിലൊന്നും പങ്കെടുക്കാറില്ല ദേവി. ദേവിക്ക് അതിന് ലജ്ജയാണെന്ന് അർത്ഥം. ശരിക്കും പറഞ്ഞ എന്താ പറയാ, ഇത് രഹസ്യമായിരിക്കുന്ന മാർഗത്തിലൂടെ ഉപാസിക്കുന്നതാണ് ദേവിക്ക് ഇഷ്ടം. ദേവി കുലവധുവാണ്, കുലപഥ സഞ്ചാരിണിയാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അല്ലെ. ആ ഒരു കുലാന്തസ്ഥ കൗളിനി കുളയോഗിനി അല്ലെ, ആ ഒരു കുലം വഴി ഷടാധാര ചക്രങ്ങളിൽ കൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ശിവനിൽ എത്തിച്ചേരുന്ന, ആർക്കും അറിയാത്ത രഹസ്യ മാർഗമായിരിക്കുന്ന കുലബിത്വ, കുലത്തെ ഭേദിച്ചുകൊണ്ട് അല്ലെ, നമ്മുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിരിക്കുന്ന എല്ലാ ചിന്തകളെയും മാറ്റിക്കൊണ്ട് നമ്മൾക്ക് നമ്മളെ അറിയാനായിട്ടുള്ള ആ അന്തർമുഖ സമാരാധ്യായിരിക്കുന്ന ദേവിക്ക് എപ്പോഴും എന്താ ആഗ്രഹം? തന്നെ രഹസ്യമായിട്ട് പൂജിക്കണം. രഹസ്യം എന്ന് പറഞ്ഞാല് പുറത്ത് പറഞ്ഞാലും മനസ്സിലാകാത്തവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ ലജ്ജ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് പറയുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ അനുകരിക്കുക, ഇതൊക്കെ തന്നെ ലജ്ജ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഏത് കാര്യങ്ങളും നമ്മുടെ മനസാക്ഷിക്ക് തെറ്റെന്ന് തോന്നുന്നത് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. അതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് ധർമ്മത്തെ പിടിച്ച് ജീവിക്കുന്നവർക്കെല്ലാം തെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിലൊരു ലജ്ജ ഉണ്ടാകും. ആ ലജ്ജയായിട്ടിരിക്കുന്നവൾ ശരിക്കും പറഞ്ഞാൽ ദ വർഷിപ്പ് ഓഫ് ശക്തി, സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ട്, ദ വർഷിപ്പ് ഓഫ് ശക്തി ഷുഡ് ഓൾവേസ് ബി സീക്രട്ടീവ് ഇൻ നേച്ചർ. ശക്തി ഉപാസന എന്ന് പറയുന്നത് രഹസ്യ ഉപാസനാ ക്രമമാണ്. അതാണ് ദേവിക്ക് ഇഷ്ടവും സന്തോഷവും. അപ്പൊ അങ്ങനെയുള്ള രഹസ്യ പൂജകളെല്ലാം തന്നെ മാനസിക പൂജ ആണ്, പുറത്തുള്ളതല്ല അല്ലെ. ആരാധന കൊണ്ട് മാത്രമേ ദേവിയുടെ സട്ടിൽ ഫോമിനെ, അതായത് കാമകല, കുണ്ടലിനി സ്വരൂപത്തെ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എക്സ്റ്റേണൽ റിച്വൽസ് എന്ന് പറയുന്ന ബാഹ്യപൂജ ലഭിക്കുന്നതിൽ നിന്നും വളരെ വേഗമാണ് ഇന്റേണൽ പൂജ കൊണ്ട് ആ ഒരു റിയലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ വിചാരിക്കും ബാഹ്യപൂജ പത്മമിട്ട് കുറെ പൈസ ചെലവാക്കി നടത്തുന്ന പൂജ കൊണ്ട് ദേവി തൃപ്തിയാണെന്ന്. അതുകൊണ്ട് എന്താ ഫലം കിട്ടാത്തത്? നമുക്ക് വേണ്ടി വേറൊരാൾ ചെയ്യുന്ന പൂജ എങ്ങനെയാ നമുക്ക് ഫലം കിട്ടുക? നമുക്ക് വേണ്ടി ആത്മപൂജ ചെയ്യണം അല്ലെ. ആത്മാത്വം ഗിരിജാമതി സഹചരാപ്രാണ നമ്മുടെ ആത്മാവായിരിക്കുന്ന ആ ഒരു ശിവലിംഗത്തെ പൂജിക്കണം. അത് ഗിരിജ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അല്ലെ. നമ്മുടെ പ്രാണങ്ങളെല്ലാം തന്നെ നമ്മുടെ ആ ഒരു പൂജയ്ക്ക് കൂട്ടുനിൽക്കണം. അങ്ങനെ എല്ലാം കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആത്മപൂജ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദേവിയെ ഉള്ളില് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ആ ഒരു ഹ്രീമതിയായിരിക്കുന്ന ആ ദേവി ഹൃദയത്തില്, അതായത് ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാക്കുന്നവൾ ഹൃദ്യ. അപ്പോ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ആഹ്ലാദം ഉണ്ടാവും. അമ്മ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആഹ്ലാദം ഉണ്ടാവുന്നത് അല്ലെ. ഹൃദ്യയായിട്ട് ഉള്ളവൾ, ഹൃദയത്തിൽ ഭവിച്ചവൾ അല്ലെ, ഭക്തന്മാരുടെ ഹൃദയത്തില് തോന്നിയവൾ, ഭക്തമാനസ ഹംസിക, മുനിമാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഹൃദയ ശബ്ദത്തിന് രമണീയം, സ്ഥൂല രൂപത്തിലായാലും സൂക്ഷ്മ രൂപത്തിലായാലും സൂക്ഷ്മ തമ രൂപങ്ങളിലായാലും സർവാംഗ സുന്ദരിയായിട്ടിരിക്കുന്ന ദേവി ഇല്ലേ ഹൃദ്യ. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നവൾ അല്ലെ.
ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വസിക്കുന്നവളെന്നാണ് ഇതിന് ആദ്യം അർത്ഥം എടുക്കേണ്ടത്. ഷീ റിസൈഡ്സ് ഇൻ അവർ ഹാർട്ട്. ജീവാത്മാവ് ഹൃദയ മധ്യത്തിലാണ് താമസം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഹൃദയസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് സ്നേഹം, കരുണ എന്നിവയുടെ എല്ലാം ഇരിപ്പിടം അല്ലെ. അപ്പൊ ദേവി എല്ലാവരുടെയും ഈ ജഗത്തിന്റെ അമ്മയായതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം നിറഞ്ഞതാണ്. കരുണാമൃത സാഗര. അപ്പൊ അമ്മയുടെ സ്വരൂപം എന്ന് പറയുന്നത് തന്നെ ഈ കരുണയാണ് അല്ലെ, സ്നേഹമാണ്. എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ശക്തിയാണ് ദേവി. ആ കം, ആ ഒരു ശരിക്കും പറഞ്ഞ ഉപനിഷത്ത് പറയണു, അങ്കുഷ്ടമാത്രം പുരുഷ, അങ്കുഷ്ടമാത്രമുള്ള പുരുഷൻ എന്ന ജീവാത്മാവ് ഈ പറയുന്ന ആ ഒരു പുകയില്ലാത്ത ദീപജ്വാല പോലെ ശരീരത്തിന്റെ ഒത്ത മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് അല്ലെ. ഭഗവാൻ പറയുന്നു, എന്താ പറയാ, ഹൃദയ കുഹര മധ്യ, രമണ ഭഗവാൻ പറയുന്നു, ആ ഹൃദയമാകുന്ന ഗുഹയുടെ മധ്യത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അപ്പൊ അങ്കുഷ്ടമാത്രം പുരുഷ, നമ്മുടെ തള്ളവിരലിന് അത്രയുള്ള ചെറിയ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അഹമാത്മാ ഗുഡാകേശ ഹൃദയശി അർജുന തിഷ്ഠതി. അർജുനനോട് ഭഗവാൻ പറയുന്നു, നിന്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത്. ഇത് എല്ലാത്തിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജീവാത്മാവെന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. ആ ദേവി, ഹൃദയായിരിക്കുന്ന ദേവി ഹേയോപാധേയ വർജിത, ഹേയവും ഉപാധേയവും ഇല്ലാത്തവൾ. ഹേയം എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കേണ്ടത്. ഉപാധേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടത്. ഇത് രണ്ടും ഇല്ലാത്തവളാണ് ഹേയോപാധേയ വർജിത. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിരിക്കുന്ന, ചെയ്യരുതാത്തതുമായതും കൊള്ളേണ്ടതും തള്ളേണ്ടതും വിവരിക്കുന്നതായിട്ടുള്ള നിരവധി എന്താ പറയുക ശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ അവിദ്യാ വിഷയങ്ങളാണ്. മായാവലയത്തിൽ കുരുങ്ങിയ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം തന്നെ. ദേവിയുടെ ആജ്ഞയാണ് ഈ നിയമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയായിട്ടിരിക്കുന്നത്. അപ്പൊ സ്വയം ആ നിയമങ്ങൾക്ക് ദേവി വിധേയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും തെറ്റും ശരിയും പ്രവൃത്തിയും നിവൃത്തിയും ആ ഒരു സ്വീകാര്യവും നിഷേധവും ദേവിക്കില്ല എന്ന് താല്പര്യം. അവയ്ക്കെല്ലാം അതീതമായ ആ ഒരു പരയായിരിക്കുന്ന ശക്തി, അതാണ് ഹേയോപാധേയ വർജിത. അപ്പൊ ആ ഒരു എന്താ പറയാ, സ്വീകരിക്കലും ഉപേക്ഷിക്കലിനും അപ്പുറത്ത് നിൽക്കുന്നവൾ. അപ്പൊ ഇതിനെല്ലാം കാരണം ഇതിനൊന്നും ദേവിയെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ദേവിക്ക് സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ആയിട്ട് ഒന്നുമില്ല. കാരണം എല്ലാം അമ്മയാണ്. ശാസ്ത്രങ്ങളാണ് ധർമ്മം അധർമ്മം ചെയ്യേണ്ടത് തിരസ്കരിക്കേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രങ്ങളുടെ ഉറവിടം വേദങ്ങളാണ്. പിന്നെ പൂർവികർ എഴുതി വെച്ചിരിക്കുന്ന ചില ക്രമരീതികളൊക്കെ ഉണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, ചിലത് അനുഷ്ഠിക്കാൻ പാടില്ല എന്നൊക്കെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മള് ശാസ്ത്രങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാല് മനുഷ്യ സമൂഹം തങ്ങളുടെ ജീവിത കാലയളവിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, നല്ല ജീവിതത്തിനായി ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന നിയമ പുസ്തകങ്ങളാണ്. അപ്പൊ മിക്കവാറും ശാസ്ത്രങ്ങള് നമ്മുടെ പൂർവികന്മാര് പിന്തുടർന്ന ആചാര അനുഷ്ഠാനങ്ങളാണെന്ന് പറയാം, ചില ഗൈഡ് ലൈൻസ്. അപ്പൊ അതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതിയത് കൊണ്ട് അതിന് പ്രായോഗികമല്ല ഇന്നത്തെ കാലത്തെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഓരോന്നിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാതെ ഒന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഏത് പരിതസ്ഥിതിയോടും യോജിച്ചു പോകുന്നത് ഒരു പാപമല്ല. ഈ രീതിയിലുള്ള റിജക്ഷൻസ് ഇല്ലേ, ഇല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഒക്കെ മനുഷ്യനാണ് ചെയ്യേണ്ടത്. കാരണം ഇത് ബ്രഹ്മത്തിന് ആവശ്യമില്ല. കാരണം ഇത് മനുഷ്യര് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട് ധർമ്മത്തെ കൈവിടാതെ ജീവിക്കണം. ആ ദേവി ആരാണ്? രാജരാജാർച്ചിത. ഇപ്പം ഹേയ ഉപാധേയ വർജിത, രാജരാജാർച്ചിത, ഉന്നത അധികാര കേന്ദ്രങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൾ, രാജരാജൻ, രാജാവിനും രാജാവായിട്ടുള്ളവൻ, അധീശത്വമുള്ളവൻ, രാജരാജാക്കന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവൾ. അർച്ചിത എന്ന് പറഞ്ഞാല് അർച്ചിക്കപ്പെടുന്നവളാണ്. അപ്പോ രാജരാജനാൽ അർച്ചിക്കപ്പെടുന്നവള്, രാജാക്കന്മാർക്കും രാജാവായവൻ രാജരാജൻ അല്ലെ, ചക്രവർത്തി, ചക്രവർത്തിമാരാൽ പൂജിക്കപ്പെടുന്നവൾ. രാജരാജൻ എന്ന പദത്തിന് ഈശ്വരൻ എന്ന അർത്ഥം എടുക്കണം. കാരണം ഈശ്വരനാൽ പൂജിക്കപ്പെടുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. രാജരാജൻ എന്ന പദം ശരിക്കും പറഞ്ഞാൽ കുബേരനെ കുറിക്കുന്ന ഒരു പര്യായ പദങ്ങളിൽ ഒന്നാണ്. സർവസമ്പത്തിനും അധീനമായ അധീശത്വം ഉള്ളത് കൊണ്ട് ചക്രവർത്തിമാർക്കും രാജാവായവൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ കുബേരനാൽ പൂജിക്കപ്പെടുന്നവൾ, കുബേരൻ ഒരു ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. ഈ നാമത്തിൽ അങ്ങനെ അർത്ഥം എടുക്കാം. രാജരാജൻ എന്ന പദം മനുവിനെ കുറിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. മനുവിനാൽ പൂജിക്കപ്പെടുന്നത്, മനുവിദ്യ ചന്ദ്രവിദ്യ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ആ ഒരു എന്താ പറയാ,
ഈ പറയുന്ന മനു, കുബേരൻ മുതലായിട്ടുള്ള രാജരാജാക്കന്മാരായിട്ടിരിക്കുന്നവരാൽ പൂജിക്കപ്പെടുന്നവൾ, രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഈ നാമം അടുത്ത നാമമായിരിക്കുന്ന രാജ്ഞി എന്ന നാമത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം രാജരാജൻ എന്നത് സാക്ഷാൽ ശിവഭഗവാനെയാണ് ശരിക്കും ഈ ഈ തരുണത്തിൽ നമ്മൾ എടുക്കേണ്ടത്. കാരണം ദേവി ശിവന്റെ പ്രിയ പത്നിയാണ്, അല്ലെ? ശിവൻ ദേവിയെ ആരാധിക്കുന്നു എന്നത് വളരെ ശരിയായ ഒരു, ശരിക്കും പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ ആണ്. സ്ത്രീകളെ സാധാരണഗതിയിൽ പൂജിക്കാറുണ്ട്. അവളുടെ മാതൃത്വത്തെയാണ് പൂജിക്കപ്പെടുന്നത്, അല്ലേ? ശിവൻ ആദി ഗുരുവാണ്. അദ്ദേഹം ഈ പറയുന്നത് തന്നെ പ്രവൃത്തിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിന് ഒരു വിശകലനമുണ്ട്. രാജരാജൻ എന്നതിന് നമ്മൾ ഇപ്പൊ കണ്ട പോലെ കുബേരൻ, മനു തുടങ്ങിയ 12 പ്രസിദ്ധ ദേവി ഉപാസകര്, അവരെ രാജരാജാക്കന്മാരെന്ന് അറിയപ്പെടാറുണ്ട്. കാരണം നമ്മൾ 238 നാമത്തിൽ മനുവിദ്യ എന്ന് ചന്ദ്രവിദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ദേവിയെ അവരവരുടേതായിട്ടുള്ള പഞ്ചദശി മന്ത്രം കൊണ്ട്, പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് ആരാധിച്ചവരാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പഞ്ചദശി 15 അക്ഷരങ്ങളില് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്ന പഞ്ചദശാക്ഷരി എന്ന് പറയുന്ന 15 അക്ഷരത്തിലെ മാറ്റം വരുത്താതെയാണ് അവർ ഉപാസിച്ചത്. കാരണം ആ മന്ത്രങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കോമ്പിനേഷനിൽ എടുത്തിട്ടാണ് അവർ മന്ത്രം ഉണ്ടാക്കിയത്. ഇവരെ രാജരാജാക്കന്മാരെന്ന് പറയാൻ കാരണം ഇവരുടെ നിർമ്മലമായ ആത്മാർത്ഥമായ ഭക്തി, അവരുടെ ഉപാസന കൊണ്ടാണ് അവര് ഈ ഒരു ശ്രീവിദ്യ മന്ത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു മന്ത്രം വന്നത്, ഇല്ലേ? അപ്പൊ ദേവിയില് അവരുടെ ഭക്തി അചഞ്ചലമാണ്. അതുകൊണ്ട് ദേവി തന്നെ അവർക്ക് കൊടുത്ത പദവിയാണ് രാജരാജാക്കന്മാർ എന്നുള്ളത്. അപ്പൊ അങ്ങനെയും നമുക്ക് എടുക്കാം. അപ്പോ ആ ദേവി ആരാണെന്ന് അടുത്ത നാമത്തിൽ പറയുന്നുണ്ട്. രാജ്ഞി, പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായിട്ടിരിക്കുന്നവൾ, ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, അല്ലെ? രാജ്ഞി എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ മഹാകാമേശ്വരന്റെ പട്ടമഹിഷി, അല്ലെ? കാമേശ ബദ്ധ മാംഗല്യ സൂത്രശോഭിത ഗന്ധരായൈ നമ. ഈ സ്തോത്രത്തില് അന്യത്ര ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിന്റെ ഈശ്വരനായിരിക്കുന്ന കാമേശ്വരന്റെ പത്നിയായതുകൊണ്ടും എല്ലാ ലോകത്തിന്റെയും സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെ ചുമതലയുള്ള പരാശക്തി ആയതുകൊണ്ടും ദേവിക്ക് രാജ്ഞി എന്നുള്ള പേര് വളരെ ചേർന്നതാണ്, അല്ലെ? അപ്പൊ പ്രപഞ്ചമാകുന്ന, പ്രപഞ്ചത്തെ ഭരിക്കുന്നവൾ രാജ്ഞി, രാജാവിന്റെ പത്നിയാണ്, അല്ലെ? രാജപത്നിയാണ് രാജ്ഞി. അപ്പം നേരത്തെയുള്ള നാമത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രാജരാജേശ്വരനായിരിക്കുന്ന ശിവന്റെ പത്നിയായ ദേവി, ഈ പ്രപഞ്ചത്തിന്റെ രാജാവായിരിക്കുന്ന ശിവന്റെ പത്നിയാണ് രാജ്ഞി, അല്ലെ? ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന രാജാവാരാണ്? ശിവനാണ്. ആ ശിവനോടൊപ്പം എല്ലാ കർമ്മത്തിലും പങ്കുചേരുന്നവളാണ് ശക്തി. അതുകൊണ്ട് തന്നെ ദേവിയെ നമ്മൾ ജഗദംബിക എന്ന് പറയണു. ഇപ്പൊ നമ്മള് അമ്മ എന്ന് വിളിക്കുകയാണ്. ഒരാള് ദേവിയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക വികാരം ദേവി തൻ്റെതാണ് എന്നുള്ള, അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ എന്താ പറയാ, അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത്, ഇല്ലേ? കണ്ണടയ്ക്കുമ്പോ എന്താ നമ്മൾ കാണുക? നമ്മുടെ ഹൃദയപത്മത്തില് നമ്മുടെ ആത്മാവായിരിക്കുന്ന ദേവിയെയാണ്. അപ്പോൾ നമ്മള് ആ ഒരു എന്താ പറയാ, രാജ്ഞി എന്ന് പറയുന്ന ദേവി, ഇല്ലേ? അപ്പൊ നമ്മള് ഈ പറയുന്ന എന്താ പറയാ, രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ശരീരം, ശ്രീചക്രം എന്ന് പറയുന്ന ശരീരം, ആ ശരീരത്തെ ഭരിച്ചുകൊണ്ട് നമ്മുടെ 36 തത്വങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ഈ ശരീരത്തില് എല്ലാത്തിനും മുകളില് രാജാവായിരിക്കുന്ന രാജരാജേശ്വരനായിരിക്കുന്ന ശിവൻ സഹസ്രാര പത്മത്തിലും ആ ഒരു മൂലാധാരത്തിലെ പരായ രൂപത്തില്, അല്ലെ, നാദസ്വരൂപിണിയായിരിക്കുന്ന ദേവിയും ഹൃദയപത്മത്തില് പഞ്ചബ്രഹ്മാസനസ്ഥയായിരിക്കുന്ന ദേവി, അല്ലെ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദേവിയെ രൂപത്തോടെയും രൂപമില്ലാതെയും നമുക്ക് എന്താ പറയാ നമസ്കരിക്കാം. ആ ദേവി ആരാണ്? രമ്യ. രമ്യ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതി, സന്തോഷിപ്പിക്കുന്നവൾ. രമ്യ എന്ന പദത്തിന് രാത്രി എന്ന അർത്ഥമുണ്ട്. ഇപ്പൊ രാത്രി സ്വരൂപമായിരിക്കുന്നവളെന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോ ആ രസമായവൾ, അതായത് നിവേദ്യത്തിലെ രസത്തെ സ്വീകരിക്കുന്നവൾ, നമ്മൾ ഏറ്റവും സത്തായതിനെയാണ് രസം എന്ന് പറയുന്നത്, അല്ലേ? ഇങ്ങനെ സ്ഥൂലമായ ഭാഗത്തെ മലമെന്നും സൂക്ഷ്മ ഭാഗത്തെ ധാതുവെന്നും സൂക്ഷ്മതമമായ ഭാഗത്തെ രസമെന്നും പറയാറുണ്ട്. അപ്പൊ നൈവേദ്യത്തിലെ രസത്തെ സ്വീകരിക്കുന്നവൾ, പ്രപഞ്ചത്തിന്റെ സത്ത്, അതായത് രസമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ഏറ്റവും ഭംഗിയുള്ള, എന്താ പറയാ, അതിനപ്പുറം ഒരു സൗന്ദര്യം പറയാനില്ല. അതാരോ? അത് ദേവി. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓഫ് ഓൾ. എല്ലാത്തിനും അപ്പുറം. അമ്മ കഴിഞ്ഞു വേറെ ഒന്നും ഇല്ല, അല്ലേ? എന്തിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സൗന്ദര്യം. നമുക്ക് ഒന്നിനെയും, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും അമ്മയുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അതിനപ്പുറത്ത് നിൽക്കുന്ന സൗന്ദര്യത്തോട് കൂടിയവൾ രമ്യ. ആ ദേവി ആരാണ്?
രാഘേന്ദു വദന, സോറി, രമ്യ. അടുത്തത് രാജീവലോചന. 308ാമത്തെ നാമം താമര കണ്ണുള്ളവൾ. രാജീവം എന്ന് പറഞ്ഞാൽ താമര, ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, രാജീവം പോലെ മനോഹരമായിരിക്കുന്ന ലോചനത്തോട് കൂടിയവൾ. രാജീവം എന്ന പദത്തിന് നമ്മൾ താമര, മാൻ, മത്സ്യം എന്നൊക്കെ അർത്ഥങ്ങൾ എടുക്കാം. അപ്പൊ താമര ഇതൾ പോലെ അല്ലെങ്കിൽ മാനിന്റെ കണ്ണു പോലെയോ മത്സ്യത്തെ പോലെയോ മനോഹരമായിരിക്കുന്ന കണ്ണുള്ളവൾ. നമ്മൾ പറയാം കാശി വിശാലാക്ഷി, മധുര മീനാക്ഷി, അല്ലെ, കാഞ്ചി കാമാക്ഷി, എല്ലാം ദേവിയുടെ കണ്ണുകളെ എടുത്തെടുത്ത് പറയാണ്. കാരണം ഭാരതീയ സൗന്ദര്യ ശാസ്ത്രത്തിലെ സുന്ദരികളുടെ കണ്ണിനെ ഈ മൂന്നുമായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണയാണ്. കാരണം മാനുമായിട്ട്, മത്സ്യമായിട്ട്, താമരയായിട്ട്. അപ്പൊ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയത്. വാഗ്ദേവതകള് ഈ പറഞ്ഞ അത്ഭുതകരമായ നാമങ്ങളാണ് കോർത്തിണക്കി വെച്ചിരിക്കുന്നത്. കാരണം രാജീവ എന്നാല് ഈ 3 നാമങ്ങളും നമുക്ക് എടുക്കണം. കാരണം മാന്, മീന്, താമര ഏത് വേണമെങ്കിലും നമുക്ക് അവസരോചിതമായിട്ട് എടുക്കാം. ലോചന എന്ന് പറഞ്ഞ കണ്ണുകള്. ദേവിയുടെ കണ്ണുകള് മാനിന്റെ കണ്ണുകൾ പോലെയാണെന്നോ, മീനിന്റെ പോലെ മീനാക്ഷിയാണെന്നോ, താമര ഇതൾ പോലെ വിശാലാക്ഷിയാണെന്നോ, അല്ലെ? അപ്പൊ ആ ഒരു കമലനയന, മൃഗാക്ഷി, മാനിന്റെ കണ്ണുകൾ എങ്ങനെ എടുത്താലും ദേവിയുടെ കണ്ണുകളുടെ മനോഹാരിതയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ഉപമയെ നമുക്ക് മനസ്സിലാവൂ. ദേവിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനപ്പുറം മനോഹരമായിരിക്കുന്ന അക്ഷികളോട് കൂടിയവൾ. ഇങ്ങനെയൊക്കെ മനുഷ്യതലത്തിൽ ഉപാസിച്ചാല് നമ്മൾ ദേവിയുടെ നയനങ്ങൾ ഇതൊന്നുമായിട്ടും ശരിക്കും നമ്മൾ ഉപമിക്കാൻ പറ്റില്ല. ആ കണ്ണുകൾ മുഴുവനും എന്താ? കരുണയും സൗന്ദര്യവും മാത്രം ഒഴുകുന്ന കണ്ണുകളാണ് ദേവിയുടെ. ദേവി തന്റെ കണ്ണ് ചിമ്മുന്നതിലൂടെ 3 പ്രധാന കർമ്മങ്ങൾ നടത്തുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇല്ലേ? ഇപ്പൊ രാജീവ എന്ന് പറഞ്ഞാല് ആ ഒരു രാജാവിന്റെ എന്ന അർത്ഥം എടുത്താല് ആരുടെ കണ്ണുകളാണോ രാജാവായ ശിവനെ ആശ്രയിച്ചിരിക്കുന്നതെന്ന് അർത്ഥം എടുക്കണം. രാജരാജനായിരിക്കുന്ന ശിവനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിന്റെ ഭക്തര് കഴിയുന്നത്. ശിവഭക്തന്മാരെ ദേവി തന്റെ കണ്ണുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, അല്ലെ? അപ്പൊ അവര് കാമേശ്വരനായിരിക്കുന്ന ശിവനും കാമേശ്വരിയായിരിക്കുന്ന ദേവിയും പരസ്പരം നോക്കിയപ്പോഴാണ് അവിടെ ആരുണ്ടായത്? എല്ലാ വിഘ്നങ്ങളെയും തീർക്കുന്ന ശ്രീവിദ്യ ഗണപതി ആവിർഭവിച്ചു എന്ന് പറയുന്നു. അപ്പൊ അവരുടെ നോട്ടങ്ങൾ തമ്മില് ഇടയുമ്പോൾ തന്നെ എന്താണ്? കർമ്മങ്ങൾ, അതായത് നമ്മുടെ വിഘ്നങ്ങള്, ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുന്ന ഗണപതി അവിടെ ആവിർഭൂതയാകണം. അപ്പൊ അവരുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അത്ര പവർഫുൾ ആണോ എന്ന് അർത്ഥം. ഇപ്പൊ രാജീവലോചന, രഞ്ജിനി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ കൂട്ടിയിണക്കുന്നവൾ. രഞ്ജനം എന്ന് പറഞ്ഞാൽ കൂട്ടിയിണക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. രഞ്ജിപ്പിക്കുന്നവൾ, ഭക്തന്മാരെ രഞ്ജിപ്പിക്കുന്നവൾ. രഞ്ജിപ്പിക്കുക, ചേരുക, ഒരേ നിറമാക്കുക എന്നൊക്കെ അർത്ഥം എടുക്കാം. ശുദ്ധ സ്ഫടിക സങ്കാശവർണ്ണമായിരിക്കുന്ന പരമശിവൻ അരുണവർണ്ണമായിരിക്കുന്ന ജപാകുസുമ സങ്കാശമായിരിക്കുന്ന ദേവിയുടെ സാമീപ്യം കൊണ്ട് അരുണവർണ്ണനായിട്ട് തീരുന്നു, അല്ലെ? ശിവന്റെ വർണ്ണം തൻ്റെതാക്കി മാറ്റുന്നതിൽ രഞ്ജിനി എന്ന് വ്യാഖ്യാനം. കാരണം എന്ന് പറഞ്ഞ ദേവി തന്നെ ആശ്രയിക്കുന്നവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. ഈ ജന്മത്തിലല്ല, സ്വർഗത്തിലും ഇനി ജന്മമില്ലാത്ത രീതിയിലുമായിരിക്കാം അമ്മയുടെ അനുഗ്രഹങ്ങൾ വരുന്നത്, അല്ലേ? ഈ നാമത്തിന്റെ വിവരണം ഇങ്ങനെ നോക്കിയാല് രഞ്ജന എന്ന നാമത്തെ പുതിയ നിറങ്ങൾ കൊടുക്കുക, സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക, അനുരഞ്ജിപ്പിക്കുക എന്നൊക്കെ എടുക്കാം. അപ്പൊ ഈ രീതിയിൽ പറയുമ്പോൾ ദേവിയുമായിട്ട് ചേർന്നതൊക്കെ ചുവപ്പ് നിറമാണെന്ന് പറയാം. ശിവൻ എന്നത് നിറങ്ങൾക്കപ്പുറത്താണ്. മാത്രമല്ല സ്ഫടികമാണ്, സ്ഫടിക സമാനമാണ് ഭഗവാന്റെ ശരീരം. അപ്പൊ ദേവി ശിവനോടൊപ്പം ഇരിക്കുമ്പോൾ ശിവന്റെ നിറം ചുവപ്പായിട്ട്, കാമേശ്വരന്റെ നിറം ചുവപ്പായിട്ടാ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ശുദ്ധ സ്ഫടികം ദേവിയുടെ ചുവന്ന പ്രഭാവം കൊണ്ട് ആ നിറത്തിൽ തന്നെ ആ ഒരു ജഗത്തിനായി പ്രകാശിക്കുന്നു. രാജരാജേശ്വരിയാണ് ദേവി. സൗന്ദര്യ ലഹരി പറയണു, അമ്മ അവിടുത്തെ പതിയായ ശിവന്റെ ശുദ്ധ സ്ഫടിക നിറം ഒരു ചുവന്ന പുതപ്പ് പോലെ മാറിയതായിട്ട് കാണുന്നു. അത് അമ്മയുടെ നിറത്തിന്റെ പ്രതിഫലനമാണ്, അല്ലേ അമ്മ? അത് അമ്മയുടെ കണ്ണുകൾക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ അമ്മയുടെ ആ ഒരു ഇറോട്ടിക് സെന്റിമെന്റ് അതാണ് ഇവിടെ പ്രകടമാകുന്നത്. ദേവിക്ക് ശിവനോടുള്ള ആ ഒരു അദമ്യമായിരിക്കുന്ന സ്നേഹം, അല്ലെ? ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. അപ്പോ ദേവി എന്താ പറയാ, രഞ്ജനി, അടുത്ത രമണി, രസ്യ, ഇതെല്ലാം ചേർന്ന് വരുന്ന നാമങ്ങളാണ്. രമണി എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൾ, ഭക്തന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നവളാണ്. ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നവൾ, അവരോടുകൂടി കളിക്കുന്നവൾ, ഇല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല്
ആ ഒരു ദേവിക്ക് താൻ ജന്മം കൊടുത്ത മക്കളോട് വളരെയധികം സന്തോഷമാണ് അല്ലെ, കളിക്കുന്നതില് ക്രീഡിക്കാൻ ഇഷ്ടമാണെന്ന് അർത്ഥം. ജക്ഷൻ ക്രീഡയൻ രമമാണഹ എന്ന് ശ്രുതി. ഇപ്പൊ ആ കാമാരിയായിരിക്കുന്ന ശ്രീ പരമേശ്വരനെ കാമാവിഷ്ടനാക്കാനും രസിപ്പിക്കാനും കഴിഞ്ഞ മഹാത്രിപുര സുന്ദരി അല്ലെ, രമണി. ഇപ്പൊ രമണി എന്ന് പറയുന്ന നാമം രമിപ്പിക്കുന്നവൾ, ഭക്തന്റെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നവൾ, സദാ കളിച്ചുകൊണ്ടിരിക്കുന്നവൾ. ദേവിയെ സദാ ഭക്തരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ദേവിക്ക് തന്റെ ഭക്തന്മാരോടാണ് ഏറ്റവും പ്രിയം അല്ലെ. ഭക്ത മാനസ ഹംസിക, ഭക്തന്മാരുടെ മനസ്സിലാണ് അമ്മ ഇരിക്കുന്നത്. അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് സദാ അവരുമായിട്ട് കളിക്കുകയാണ്. ഒരമ്മയ്ക്ക് ഏറ്റവും ആനന്ദമായിരിക്കുന്ന കൃത്യം എന്താണെന്ന് ചോദിച്ചാല് തന്റെ മക്കളോട് കളിക്കുന്നതാണ് അല്ലെ. മക്കളെ എടുക്കുക, കൊഞ്ചിക്കുക, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. അപ്പൊ വല്ലാത്തൊരു സന്തോഷമാണ് അമ്മയ്ക്ക് അല്ലെ. ആ സന്തോഷിപ്പിക്കുക, അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഏറ്റവും അമ്മ സന്തോഷിക്കുന്ന എപ്പോഴാ? മക്കൾ അടുത്ത് വരുമ്പോഴാണ്. അവരെത്ര ദൂരെ പോയാലും അവർ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ മദർലി ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു അമ്മയ്ക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇവിടെ ദേവി എന്ന അമ്മ എന്ന് പറയുന്ന തത്വത്തെ, തന്റെ വിശ്വമാതൃത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഭക്തർക്ക് സാധാരണയായി ദേവിയിൽ നിന്ന് ദയാ ഭക്തി ഇല്ലേ, ഇത് ബഹുമാനത്തോടെ കുറച്ച് മാറി നിന്ന് സ്വീകരിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു ഗോഡ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മുടെ സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ ആത്മാവ് അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ എന്താ പറയാ മാറ്റാണ് നമ്മളിൽ ഉണ്ടാവുക. കാരണം നമ്മൾ ഗോഡ് എന്ന് പറയുന്ന ആ ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്നു ഇല്ലേ. ആ ഹനുമാൻ സ്വാമി പറഞ്ഞതുപോലെ ദേഹത്തെ വെച്ച് പറയുകയാണെങ്കിൽ ദാസോഹം, ആത്മാവിനെ പറ്റി പറയുകയാണെങ്കിൽ അംശോഹം അല്ലെ. ശരിക്കും എന്താ പറയാ, ദേഹം അല്ല മനസ്സിനെ കുറിച്ചാണെങ്കിൽ അംശോഹം, ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്വദേവാഹം. അങ്ങ് തന്നെയാണ് ഞാനെന്ന് ഹനുമാൻ തിരിച്ചറിഞ്ഞു. എങ്കിലും ദാസ്യഭാവത്തിൽ ഇരിക്കുകയാണ് അല്ലെ. തന്റെ ഹൃദയത്തില് ആ രാമ സീതമാരെ വെച്ചുകൊണ്ട് എപ്പോഴും സദാ തന്റെ ആത്മാവ് രാമനാണ്, ആത്മാരാമനായിട്ട് രമിക്കുക ഹനുമാൻ. നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ദാസ്യഭാവത്തില് പൂജാമുറിയിലിരിക്കുന്നു, ക്ഷേത്രത്തിലിരിക്കുന്നു, അങ്ങ് ഈശ്വരൻ, ഞാൻ ദാസൻ എന്നുള്ള ഭാവം. ദാസ്യഭക്തിയാണ് നമുക്ക് ഇഷ്ടം. കാരണം എന്താ? അവിടെ ചെന്ന് കുറച്ച് മാറി നിന്നിട്ട് എന്തെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും കൊടുക്കാം ഇല്ലേ, തിരിച്ചു വരാം. അപ്പൊ ആ ഒരു വ്യവസായം പോലെ അത് മാറിയിട്ട് നമ്മുടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോ ഈശ്വരനെ അന്യമായിട്ട് കാണുന്നു അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. കാരണം അത് തന്നില്ല, ഇത് തന്നില്ല. അതേസമയം നമ്മുടെ ആത്മാവായിട്ട് അമ്മയായിട്ട് കണ്ടാൽ നമ്മൾ എന്താ? നമുക്ക് വേണ്ടതേ തരുള്ളൂ, വേണ്ടാത്തത് തരില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയോട് പലതും ചോദിക്കും. അമ്മ എല്ലാം എടുത്ത് കളിക്കാൻ കൊടുക്കാറുണ്ടോ? ഇല്ല. കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് കൊടുക്കില്ല. ഭക്ഷണമാണെങ്കിലും കളിപ്പാട്ടമാണെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ അടുത്ത് പോകാൻ സമ്മതിക്കില്ല. കുട്ടിക്കത് അറിയില്ല. കുട്ടി ആദ്യം അമ്മയെ പരാതിപ്പെടും. പക്ഷെ അമ്മയ്ക്കറിയാം എന്താണ് വേണ്ടെന്ന്. അതുപോലെ നമുക്ക് ദുഃഖങ്ങൾ തരും. അതിൽ നമ്മൾ വിഷമിച്ച് കരഞ്ഞാലും നമുക്ക് അമ്മയുണ്ടെങ്കിൽ അറിയാം ആ അമ്മ നമുക്ക് നല്ലതിന് വേണ്ടിയാണെന്ന്. അതുപോലെ എപ്പോഴാണോ നമ്മൾ ഈശ്വരൻ എന്നുള്ള ഭാവം വെടിഞ്ഞ് ദേവിയെ നമ്മുടെ അമ്മയായിട്ട് കാണുന്നത് അല്ലെ, ഭയം ഭക്തി എന്നതിന് പകരം നമ്മൾ ആ സ്നേഹം മമത്വം ഒക്കെ വേണം സ്വന്തം അമ്മയോട് അല്ലെ. എന്റേതാണ്, എന്റെ അമ്മയാണ്, എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെയാണ് ആത്മവിദ്യ എന്ന് പറയുന്ന ശ്രീവിദ്യ. അതുകൊണ്ടാണ് ഇത്രയും നാമങ്ങൾ നമ്മൾ പഠിക്കുന്നത് ദേവിയുടെ. പക്ഷെ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയാൻ ദേവിയെ വേറെയായിട്ടും തൻ്റേതല്ലാത്ത ഒരു ഭാവത്തിലാണ് നമ്മൾ ഒരുപാട് പേര് കാണുന്നത് അല്ലെ. അപ്പൊ നമ്മളെ ദേവിയെ ആ ഒരു ഓംനി പ്രസന്റ് അല്ലെങ്കിൽ സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ വേറെയായിട്ട് ദേവിയെ കാണുന്നത്? കാരണം ശാന്തയോഗ ഉപനിഷത്ത് പറയണു, എങ്ങനെയാണോ ആ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ആത്മാവ് ശരീരത്തിനെ വിട്ടുപോകുമ്പോ ആ ഒരു കോസ്മിക് സെൽഫായിട്ട് ചേരുമ്പോ ആ രൂപത്തിലായി തീരുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇരുന്നപ്പോ അത് ഞാനായിട്ട് തോന്നിച്ചിരുന്നു ഇല്ലേ. അതാണ് പരമാത്മാവ്. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ ജീവാത്മാവാണ്, നമ്മുടെ ജീവൻ തന്നെ ആത്മാവായിട്ടിരിക്കുന്നവൾ. അപ്പൊ നമ്മൾ ഈ ശരീരം വിടുമ്പോ നമുക്ക് ആ ബോധം വന്നാൽ പറ്റുമോ? വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ പരമാത്മാവിൽ ലയിക്കുന്നത് എങ്ങനെയാ? ഈ ശരീരം വിടുമ്പോ അല്ലെ. ആ ശരിക്കും കോസ്മിക് സെൽഫ് എന്ന് പറയുന്നതിനാണ് നമ്മൾ പരമാത്മാവ് എന്ന് പറയുന്നത്. അതിൽ ലയിക്കുന്നു എന്ന് പറയുന്നു. ഈ പരമാത്മാവ് ജീവന്റെ ഭാവത്തില് ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരമായിട്ട് എല്ലായിടത്തും സഞ്ചരിക്കുകയാണ്. ഭക്ഷണം കഴിക്കണു, കളിക്കണു, സ്ത്രീ പുരുഷന്മാരായിട്ട് ഇടപഴകണു, സ്വന്തം ബന്ധങ്ങൾ പറയണു, താൻ ആരാണെന്ന് മറന്ന ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ കഴിയുന്ന ആളാണ് അമ്മ.
ഇപ്പൊ കുതിരകള്, കാളകൾ എന്നിവയെ വണ്ടിയുമായിട്ട് ചേർത്ത് കെട്ടുമ്പോൾ അവ പ്രവർത്തിക്കുന്ന പോലെ തന്നെ അപ്പൊ അങ്ങനെ ലൈഫ് എന്ന് പറയുന്ന ജീവൻ, ശരീരം എന്ന വണ്ടിയോട് കെട്ടപ്പെട്ടിരിക്കുക. ഇപ്പൊ കർമ്മങ്ങൾ ചെയ്യാനും അത് അനുഭവിക്കാനും ഉപനിഷത്ത് പല പ്രാവശ്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നുന്നെങ്കിൽ അത് മായയാണ് അതിന് കാരണം എന്ന്. ഇപ്പൊ നമ്മള് ആ ഒരു മീന്, ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ദേവി നമ്മുടെ ഉള്ളിലിരുന്നത് കഴിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ദേവി അത് കഴിക്കുക. ഇപ്പൊ നമ്മൾ ദരിദ്രനാണെങ്കിൽ ദേവി ദാരിദ്ര്യം അനുഭവിക്കണു, നമ്മൾ ധനികനാണെങ്കിൽ ദേവിയും ധനികയാണ്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ യുണീക്നെസ്, ആ ഒരു ഓംനി പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ നാനാത്വത്തിലുള്ള ഏകത്വം അല്ലെ, നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയണു, എനിക്ക് അങ്ങയുടെ വിശ്വരൂപ ദർശനം, ആ ഒരു യൂണിവേഴ്സൽ ഫോം കണ്ടതിന് ശേഷം എന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ. ആ കണ്ട കാഴ്ച എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ലല്ലോ. എന്റെ മനസ്സ് ഭയം കൊണ്ട് വിറച്ചുപോയി. അല്ലയോ ഭഗവാനെ, എന്നോട് കരുണ കാണിക്കൂ, എന്നെ അങ്ങയുടെ യഥാർത്ഥ രൂപം കാണിക്കൂ എന്ന് പറയാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമ്മിൽ നിന്ന് അന്യമായിട്ട് വേറൊരു സ്ഥലത്ത് ഈശ്വരനെ കാണരുത്. കാരണം അത് എന്താ പറയാ, ആത്മാവിൽ നിന്ന് അന്യമല്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ്. ഭഗവാന്റെ ഉള്ളിലും ഒന്ന് തന്നെയാണ്. ആ വ്യത്യാസം ആത്മാവിന്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ്. ഇപ്പൊ ചിലർ ഈശ്വരനെ അറിയണു, സാക്ഷാത്കരിക്കണു, ചിലർ അറിയുന്നില്ല, സാക്ഷാത്കരിക്കുന്നുമില്ല അല്ലെ. ശരിക്കും പറഞ്ഞാല് ഇത് ദിസ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ വൺസ് കർമ്മ. നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ വേറെ എവിടെയോ ഇരിക്കണമെന്ന് തോന്നുന്നത്. ഇതൊരു വ്യക്തിയുടെ കർമ്മത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താ, നമ്മുടെ ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഭഗവതിയെ കാണാൻ പറ്റും അല്ലേ. നമ്മുടെ കർമ്മങ്ങൾക്ക് എല്ലാത്തിനും സാക്ഷിയായിട്ട്. അപ്പൊ നമുക്ക് സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനും സാക്ഷിഭൂതയായിട്ട്, സ്വന്തം അമ്മയായിട്ട് അല്ലേ, ആ മമത്വത്തോടു കൂടി നമ്മൾ പൊളിയിൽ ആരുടെയിലൊക്കെയാണോ മമത്വം, അഹം മമ വച്ചിരിക്കുന്നത്, അതെല്ലാം അമ്മയോട് വെച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിലെല്ലാം നമ്മുടെ സുഖം ദുഃഖം വന്നത് വരാത്തത് ഇനി ഇവിടെയുള്ള എല്ലാം തന്നെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ മദർ, നമുക്ക് ജന്മം തന്ന അമ്മയോട് എല്ലാം തുറന്നു പറയുന്ന പോലെ നമ്മുടെ അമ്മയോട് പറയാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സത്സംഗം ഇവിടെ നിർത്താം. ഈ നാമങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധി ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.